നമ്മൾ വെട്ടും കുത്തും കൊലപാതകമൊക്കെ ആയിട്ട് കുറേ സിനിമകൾ കണ്ടു. ഇതുപോലെയുള്ള സിനിമകൾ കണ്ടിട്ട് ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്ത പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടെന്ന് തോന്നിക്കുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മൾ ഇതിനു മുന്നേ കണ്ട ഡൈയിങ് ടു സർവൈവ് എന്ന സിനിമ ഓർമ്മയുണ്ടായിരുന്നോ? ചൈനയിൽ ക്യാൻസറിനുള്ള മരുന്നിന് വില കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഇന്ത്യയിൽ നിന്നും അനധികൃതമായിട്ട് ചൈനയിലേക്ക് മരുന്ന് കയറ്റിയിരുന്നൊരു കഥ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. നല്ലൊരു സിനിമയാണ്. ഈ ചാനലിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നെന്ന് തോന്നിച്ച ഒരു സിനിമയാണത്. എന്തായാലും ആ സിനിമ ഡയറക്റ്റ് ചെയ്ത അതേ ആൾ തന്നെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമയും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അച്ഛനും അമ്മയും ഇല്ലാത്ത നമ്മുടെ 20 വയസ്സുകാരൻ ഹീറോ, അവനൊരു അനിയത്തി കൂടെയുണ്ട്. അവക്കാണെങ്കിൽ 6 വയസ്സ് മാത്രമാണ് പ്രായമായിട്ടുള്ളത്. അവന് മുന്നോട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവന് ജോലി ചെയ്യാൻ വേണം, കൂടെ തന്നെ അവളെ പഠിപ്പിക്കുകയും വേണം. ചെറിയൊരു കൊച്ചല്ലേ, അവൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണ്ടേ. എന്നാൽ അവൾക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. അവൾ CHD എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അതെന്താണെന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ഹാർട്ടിന് ബാധിക്കുന്ന ഒരു രോഗമാണ്. അത് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ ചിലവുണ്ട്. അതിനായിട്ടുള്ള കാശുണ്ടാക്കുന്ന തിരക്കിലാണ് നമ്മുടെ ഹീറോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള അവൻ്റെ ജീവിതമാണ് സിനിമയിൽ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമ കണ്ടു കഴിയാൻ നേരത്ത് നമുക്ക് എന്തോ ഒരു മോട്ടിവേഷൻ കിട്ടിയ പോലെ ആയിരിക്കും. നമുക്കും ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് വരും. അതുകൊണ്ട് ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത്. എന്നാൽ പിന്നെ നമുക്ക് 2022 റിലീസ് ചെയ്ത നൈസ് വ്യൂ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുന്നത് തന്നെ 2013 ചൈനയിലാണ്. ഹീറോയുടെ റൂമാണ് കാണിക്കുന്നത്. വളരെ ശാന്തമായിട്ടുള്ളൊരു മുറി. അവിടെ ഹീറോയും അനിയത്തിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണാം. അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ ഫോട്ടോയും കാണാം. പക്ഷെ അച്ഛൻ്റെ ഫോട്ടോ ഇല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ അമ്മയും മകളെപ്പോലെ തന്നെ ഇതുപോലെ ഒരു രോഗത്തിന് അടിമപ്പെട്ട ആളായിരുന്നു. എന്നാൽ അമ്മയ്ക്ക് ഈ രോഗം ബാധിച്ചെന്ന് അറിഞ്ഞ അന്ന് മുതൽ അച്ഛൻ അവർ ഉപേക്ഷിച്ച് പോയി. പിന്നെ ഒരിക്കലും ആ മനുഷ്യൻ തിരിച്ചു വന്നിട്ടില്ല. ഹീറോ ആണെങ്കിൽ അച്ഛനെ തിരഞ്ഞു പോയതുമില്ല. നമ്മളെ വേണ്ടാത്ത ആളുകൾ എന്തിനാ നമുക്ക്. എന്തായാലും ഹീറോയും അനിയത്തി കൊച്ചും കൂടെ രാവിലെ തന്നെ എഴുന്നേൽക്കുകയാണ്. രണ്ടുപേരുടെയും ജോലിക്ക് പോകാനുള്ള തിരക്കിലാണ്. അനിയത്തിക്കുട്ടിക്ക് സ്കൂളിൽ പോകണം, ഹീറോക്കാണെങ്കിൽ ജോലിക്കും പോകണം. അവർ രണ്ടുപേരും കൂടെ പല്ലും തേച്ച് അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് അവരിറങ്ങും. ഹീറോക്കൊരു സ്കൂട്ടി ഉണ്ട്. അവർ അതിലാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ചൈനയുടെ വലിയ തെരുവിൽ കൂടെ അവർ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് സിനിമയുടെ പേര് എഴുതി കാണിക്കുന്നത്. ഹീറോ ആദ്യം തന്നെ അവളെ സ്കൂളിൽ പോയി ഡ്രോപ്പ് ചെയ്യും. അവൾ അവിടെ ഇറങ്ങി സ്കൂളിലേക്ക് നടക്കുന്ന നേരത്ത് അവൾ ചിച്ചിലി കുട്ടിയാന്ന് വിചാരിക്കരുത്. അവൾ പോകുമ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റിക്ക് ഒരു ടാറ്റയും കാണിച്ചാണ് പോകുന്നത്. അതെന്തിനാ ഞാൻ എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റുള്ള കുട്ടികളൊന്നും സെക്യൂരിറ്റിയെ മെയിൻ ചെയ്യുന്ന പോലുമില്ല. അതിൻ്റെ ഇടക്കാണ് നമ്മുടെ കൊച്ച് സെക്യൂരിറ്റിക്ക് ഒരു ടാറ്റ കൊടുക്കുന്നത്. അവിടുന്ന് നേരെ ചെല്ലുന്നത് അനിയത്തിയെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ്. അവിടെയുള്ള ഡോക്ടർ പറയും അവൾക്കിപ്പോൾ 6 വയസ്സായി. അവൾ ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ ഇനിയും മുന്നോട്ട് പോകാനാണ് വിചാരിക്കുന്നതെങ്കിൽ അവൾക്ക് 8 വയസ്സാകുമ്പോൾ ഈ രോഗം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. അതുകൊണ്ട് പറ്റുമെങ്കിൽ തന്നെ നീ പെട്ടെന്ന് തന്നെ ബില്ലടിച്ചിട്ട് അവളുടെ ഓപ്പറേഷൻ ചെയ്യാൻ നോക്ക്. ഇനിയും കൂടുതൽ സമയം വൈകിക്കണ്ട. ഡൈയിങ് ടു സർവൈവ് സിനിമ കണ്ട ആളുകൾക്ക് മനസ്സിലാകും ഈ ഡോക്ടർ ആരാണെന്നുള്ള കാര്യം. ആ സിനിമയിൽ ഇങ്ങനെ ഒരു പള്ളിയിലച്ചനായിരുന്നു, ഇംഗ്ലീഷ് അറിയുന്ന ഒരു പള്ളിയിലച്ചൻ. അവിടെ നിന്ന് ഇറങ്ങുന്ന ഹീറോ നേരെ ചെല്ലുന്നത് ഹീറോയുടെ ഷോപ്പിലേക്കാണ്. ഹീറോ ഒരു മെക്കാനിക്കാണ്, ഫോൺ മെക്കാനിക്ക്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ശരിയായി കൊടുക്കും. അവിടെ എത്തുമ്പോൾ തന്നെ ഒരു ചേട്ടൻ കാത്തു നിൽക്കുന്നുണ്ട്. നീ എന്താ നേരം വൈകിയാന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും നിങ്ങളല്ലേ നേരത്തെ എത്തി, അല്ലാതെ ഞാൻ നേരം വൈകിയാണോ. അങ്ങനെ രണ്ടുപേരും കൂടെ ഷോപ്പിനകത്തേക്ക് കയറും. അകത്ത് കയറി ചെന്നാൽ പിന്നെ ഹീറോ ആണ് അവിടുത്തെ രാജാവ്. അവൻ്റെ ഏരിയ ആണത്. വന്ന ചേട്ടൻ അവൻ ഓർഡർ ചെയ്തിരുന്ന ഫോണിൻ്റെ ബാറ്ററികളെല്ലാം എടുത്തു കൊടുക്കും. എന്നാൽ അവൻ അതിലും വലിയൊരു സാധനം അങ്ങേക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്താന്ന് മനസ്സിലായില്ല. പക്ഷെ എന്തൊരു വലിയ സാധനമാണ്. അതിന് മൊത്തമായിട്ട് 1860 രൂപയാണ് കൊടുക്കേണ്ടത്. എന്നാൽ അങ്ങേര് പറയും ഇത് റൗണ്ട് ആവുന്നില്ലല്ലോ, നമുക്ക് 1800 പിടിക്കുക, അതാകുമ്പോൾ റൗണ്ട് ആവുന്നൊരു സംഖ്യയാണ്. ഹീറോ ചോദിക്കും അങ്ങനെയാണെങ്കിൽ 1900 തന്നാൽ പോരെ. അങ്ങനെയാണെങ്കിലും റൗണ്ട് ആവില്ലേ. അതിനത് റൗണ്ട് ആവില്ല, സർക്കിളായി പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അപ്പോഴേക്ക് അവിടെ നിന്ന് മുങ്ങി. അവിടെയുള്ള ജോലികളെല്ലാം ഹീറോ ഒരുവിധം ചെയ്തു തീർക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഓൾഡ് ഏജ് ഹോമിലെ TV നന്നാക്കാനായിട്ട് പോകാനുണ്ട്. അത് കഴിഞ്ഞ് ഹീറോ അങ്ങോട്ടാണ് ചെല്ലുന്നത്. അവൻ TV നന്നായിക്കൊണ്ടിരിക്കുമ്പോൾ കാലില്ലാത്തൊരു അപ്പാപ്പൻ ആ ഓൾഡ് ഏജ് ഹോമിലുണ്ട്. അങ്ങേര് വന്ന് അങ്ങേരുടെ വടിയെടുത്ത് ആ TVക്ക് ഇട്ട് 4 കൊട്ടും കൊടുത്ത് മോനെ ഒന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്ക്, ഞങ്ങൾക്ക് ആക്ഷൻ മൂവി കാണാനുള്ളതാന്ന് പറയും. നമ്മുടെ ആൾ പെട്ടെന്ന് തന്നെ TV നന്നായി കൊടുക്കെങ്കിലും ആ അപ്പാപ്പനാണ് TVയുടെ മുന്നിൽ തന്നെ ഇരുന്ന് ആക്ഷൻ മൂവിയും കണ്ടുറങ്ങുന്നത്. ആ ഓൾഡ് ഏജ് ഹോം നോക്കി നടത്തുന്നയാളാണ് സോങ് എന്ന് പേരുള്ള ഒരു മധ്യവയസ്കൻ. അങ്ങേരാണ് ഇപ്പോൾ ഹീറോയുടെ കയ്യിൽ വന്നിട്ട് എന്തോ ഒരു കവർ കൊടുത്തിട്ടുള്ളത്. എന്നാൽ അങ്ങേര് മാത്രമല്ല അങ്ങേരുടെ ഭാര്യ കൂടെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരുമാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്. ഹീറോക്ക് TV നന്നാക്കിയതിനുള്ള കാശ് കൊടുക്കുമ്പോൾ അങ്ങേര് പറയും നീ പറയുന്ന ക്ലീനിങ് വർക്കൊന്നും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. ഞാൻ പോയി നോക്കി ബിൽഡിങ്ങിൻ്റെ ഒക്കെ മണ്ടയിൽ കയറിയിട്ട് ചില്ല് തുടയ്ക്കാന്ന് പറഞ്ഞാൽ വിചാരിക്കുന്ന കാര്യമാണോ, നിന്നെ കൊണ്ടൊക്കെ പറ്റും, എന്നെ കൊണ്ട് നടക്കൂല. ശരിക്കും സോങ് എന്ന് പറയുന്ന അപ്പാപ്പന് ഇവിടെ ജോലി ചെയ്യാനായിട്ട് താല്പര്യമില്ല. പക്ഷേ ഹീറോ ഇതിനു മുന്നേ വിൻഡോ ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങേരെയും ഹീറോയുടെ ഒഴിവിലേക്ക് അങ്ങേര് കയറ്റി കൊടുത്തിരുന്നു. പക്ഷെ അങ്ങേർക്ക് ആ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഇവിടെ തന്നെ വന്ന് ജോലി ചെയ്യാണ്. അന്ന് വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് ഹീറോ സ്കൂളിൽ പോയി അനിയത്തിയെയും കൂട്ടിക്കൊണ്ടുവന്ന് സോങ് എന്ന അപ്പാപ്പൻ കൊടുത്തിരുന്ന കവറില്ലായിരുന്നു, അതിലെന്തോ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളായിരുന്നു. അത് അനിയത്തിക്ക് വേണ്ടിയാണ് അങ്ങേര് കൊടുത്തിട്ടുള്ളത്. അത് കഴിച്ചാൽ അവളുടെ ഹൃദയത്തിന് പല പോഷകങ്ങളും കിട്ടുമെന്നാണ് അങ്ങേര് പറഞ്ഞിരിക്കുന്നത്. അന്നേരമാണ് അനിയത്തിക്കുട്ടി എൻ്റെ പല്ല് പോയെന്ന് പറഞ്ഞ് ചേട്ടനെ വിളിക്കുക. അവൻ ചെന്ന് നോക്കുമ്പോൾ അവളുടെ മുന്നിലെ മേലെയുള്ള പല്ലിനെ പറഞ്ഞിരിക്കുകയാണ്. ഹീറോ അത് വാങ്ങിയിട്ട് ചെറിയൊരു
വലിയൊരു ബോക്സിലേക്ക് ഇട്ട് വെക്കും. അതിൽ അവളുടെ വേറെയും 2-3 പല്ലുകളുണ്ട്. അങ്ങനെ അവൾ വായം കഴുകി വന്ന് ഭക്ഷണം കഴിക്കും. അപ്പോഴാണ് ഹീറോയുടെ ഒരു കൂട്ടുകാരൻ കോൾ ചെയ്യുന്നത്. നീ പെട്ടെന്ന് തന്നെ എൻ്റെ വെയർ ഹൗസിലേക്ക് വരികയാണെങ്കിൽ നിനക്കായിട്ട് ഞാനൊരു സാധനം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഹീറോ വേറെ ഒന്നും നോക്കില്ല, അവൻ വിളിച്ച സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ ചെല്ലും. അങ്ങനെ അവൻ്റെ കൂടെ ആ സാധനം കാണാനായിട്ട് ഹീറോ പോവുകയാണ്. ഇതിൻ്റെ മുന്നേ അവൻ ഹീറോയുടെ കയ്യിൽ നിന്ന് അമ്മക്ക് അസുഖമാണ്, അതുകൊണ്ട് മരുന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് 2000 രൂപ കടം വാങ്ങിയിരുന്നു. ഹീറോ ആ കാശ് തിരിച്ചു കിട്ടുമെന്ന് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. കാരണം വീടിൻ്റെ വാടക അടയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ കൂട്ടുകാരൻ പറയും എൻ്റെ കയ്യിൽ എടുക്കാനുണ്ടാവുമ്പോൾ ഞാൻ തരാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചെല്ലുന്നത് വലിയൊരു റൂമിലേക്കാണ്. അവിടെയാണെങ്കിൽ കുറേ പെട്ടികൾ ഹൈറ്റിൽ ഉയരത്തിൽ മൂടി വെച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടി ആ തുണി വലിച്ചു താഴ്ത്തുമ്പോഴാണ് മനസ്സിലാവുക അവിടെ ഉണ്ടായിരുന്ന പെട്ടികളിൽ മുഴുവനും മൊബൈൽ ഫോൺസ് ആണ്. പക്ഷെ അതൊന്നും വർക്ക് ചെയ്യില്ല. ആ മൊബൈൽ കമ്പനിയുടെ പേര് SNE എന്നാണ്. ഹീറോയുടെ നാട്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന വലിയൊരു കമ്പനിയാണ്. അവിടുന്ന് വർക്ക് ചെയ്യാത്ത ഫോണുകളെല്ലാം ഏതോ ഒരു മുതലാളി വാങ്ങിയിട്ട് മറ്റെങ്ങോട്ടോ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് അങ്ങേര് വാടകയ്ക്ക് ഇതെല്ലാം ഇവിടെ സൂക്ഷിക്കാനായിട്ട് കൊടുത്തായിരുന്നു. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് അങ്ങേര് എന്തോ ഒരു കാര്യത്തിന് പോലീസിൽ പിടിക്കപ്പെട്ടു. ഇപ്പോൾ 2 വർഷത്തോളമായിട്ട് ഇത് ഇവിടെ തന്നെ കിടക്കാണ്. ആ മുതലാളിക്ക് ഇനി ഇത് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങേര് 2 വർഷത്തേക്കുള്ള വാടക അടയ്ക്കണം. അങ്ങേരാണെങ്കിൽ ഇനി ഇത് തിരിച്ചു കൊണ്ടുപോകാനും പോകുന്നില്ല. വെയർ ഹൗസിൻ്റെ ആളുകളാണെങ്കിൽ ഇനി ഒരിക്കലും ഇത് അവിടെ വെക്കാൻ പോകുന്നില്ല. അവർക്ക് പുതിയ സാധനങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഇതെങ്ങനെങ്കിലും അവർക്ക് ഒഴിവാക്കണം. ആരെങ്കിലും ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1,00,000 രൂപയ്ക്ക് ഈ വെയർ ഹൗസിൻ്റെ മുതലാളി ഇത് കൊടുക്കും. ഹീറോക്ക് വേണമെന്നാണ് കൂട്ടുകാരൻ ചോദിക്കുന്നത്. നമ്മുടെ ആൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് വിചാരിക്കും. അവനിത് മൊത്തമായിട്ട് വാങ്ങുകയാണെങ്കിൽ ഇതെല്ലാം നന്നാക്കിയിട്ട് അവൻ ഓരോ കടകളിലായിട്ടും കൊണ്ടുപോയി വിൽക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം റിസ്ക് ആണ്. ഈ മൊബൈൽ ഫോൺസ് എല്ലാം നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ ഹീറോ കുടുങ്ങും. ഇനിയിപ്പോൾ അഥവാ നന്നാക്കാൻ പറ്റിയാൽ 1,00,000 പകരമായിട്ട് ഹീറോക്ക് 9 ലക്ഷത്തോളം രൂപയാണ് കയ്യിലേക്ക് വരാൻ പോകുന്നത്. ആ 9 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപ ഉപയോഗിച്ച് അനിയത്തിയുടെ രോഗമെല്ലാം മാറ്റാനും പറ്റും. പക്ഷേ ഹീറോയുടെ മനസ്സിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ്. വാങ്ങണോ വാങ്ങണ്ടേന്ന് ഹീറോ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് കൂട്ടുകാരൻ പറയുക നീ എന്തായാലും വാങ്ങിക്കോ, പക്ഷെ അതിന് മുന്നേ നീ എനിക്കൊരു 2000 രൂപ കടം തരണം. ആദ്യം തന്ന 2000 രൂപ എങ്ങനെയും തിരിച്ചു തരാൻ കഴിയുമെന്ന് ഞാനല്ലേ നിന്നോട് ആദ്യം ചോദിച്ച്, അപ്പോഴാണോ നീ 2000 രൂപയും ചോദിക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഇറങ്ങും. എന്നാൽ വെറും കൈയോടെയല്ല പുറത്തിറങ്ങുന്നത്. അതിൽ നിന്നും ഒരു പീസ് ഫോൺ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതെങ്ങനെയും കുത്തിപ്പിടിച്ച് നന്നാക്കാൻ പറ്റിയാൽ ബാക്കിയുള്ള മൊബൈൽസ് എല്ലാം വാങ്ങാലോ എന്നാണ് ഹീറോ വിചാരിക്കുന്നത്. എന്തായാലും പിറ്റേന്ന് രാവിലെ തന്നെ ഹീറോ ഷോപ്പിൽ വന്നിട്ട് ആ മൊബൈൽ ഫോൺ എങ്ങനെയും നന്നാക്കാൻ പറ്റുമെന്ന് നോക്കും. അതിലൊരൊറ്റ ടൂളിന് എന്തോ ഒരു കാര്യമായിട്ടുള്ള പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഹീറോ അത് മാറ്റിയിട്ട് അത് അവിടെ റീപ്ലേസ് ചെയ്യും. അങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുന്നത്. ഇത് കാണുന്ന ഹീറോക്ക് മനസ്സിലാകും ആ ഫോൺസിനെല്ലാം ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പറ്റിയിരിക്കുന്നത്. ഇതെല്ലാം നന്നാക്കാൻ പറ്റിയാൽ 9 ലക്ഷം രൂപയാണ് കയ്യിലേക്ക് വരാൻ പോകുന്നത്. അവൻ എന്തായാലും ഉറപ്പിച്ചു ആ മൊബൈൽ ഫോൺസ് എല്ലാം 1 ലക്ഷം രൂപ ഒപ്പിച്ചിട്ട് വാങ്ങിക്കാൻ പോവുകയാണ്. അതിനായിട്ട് അവൻ ആദ്യം ചെയ്യുന്നത് അവൻ്റെ കടയിലെ സാധനങ്ങളെല്ലാം പണയത്തിന് വെക്കാണ്. പണയത്തിന് വെക്കുമ്പോൾ അങ്ങേര് ചോദിക്കുന്നുണ്ട് ഈ കാശെല്ലാം നിനക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ? പറ്റിയില്ലെങ്കിൽ നിന്റെ കടയിലെ എല്ലാ സാധനങ്ങളും എനിക്ക് എടുക്കേണ്ടി വരും. എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്കിതെങ്ങനെയും ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞ് അവൻ കട പണയത്തിന് വെച്ചു. അതിനവന് കുറച്ചധികം കാശ് കിട്ടുന്നുണ്ട്. ബാക്കി അവൻ കൂട്ടിവെച്ചിരുന്ന കാശുകളെല്ലാം എടുത്തിട്ട് അവസാനം 1 ലക്ഷം രൂപ ഒപ്പിച്ചിട്ട് അവൻ ആ മൊബൈൽ ഫോൺസ് എല്ലാം വിലക്ക് വാങ്ങും. ഇനി ചെയ്യേണ്ട കാര്യം ഈ മൊബൈൽസ് എല്ലാം വാങ്ങിക്കാനായിട്ട് അവൻ ഒരാളെ കിട്ടണ്ടേ. അവൻ ആദ്യം തന്നെ ചെല്ലുന്നത് അവൻ്റെ ചേട്ടൻ്റെ അടുത്തേക്കാണ്. ചേട്ടൻ എന്ന് വെച്ചാൽ അവൻ്റെ കടയിൽ നേരത്തെ സാധനം വാങ്ങിക്കാനായിട്ട് വന്ന ഒരാളില്ലായിരുന്നു. അങ്ങേരുടെ കടയിൽ ചെന്നിട്ട് സെക്കൻഡ് ഹാൻഡ്സ് യൂസ്ഡ് മൊബൈൽസ് നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ അങ്ങേർക്ക് വേണം. എന്നാൽ അവൻ കുറച്ചധികം പീസ് ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങേര് ചോദിക്കും ഇതെല്ലാം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മുടെ ആൾ അതൊന്നും മിണ്ടാതെ ഈ എല്ലാ മൊബൈൽസും വിറ്റ് കിട്ടിയാൽ എത്ര രൂപ കിട്ടുമെന്ന് അറിയാനായിട്ട് കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടി നോക്കും. അപ്പോഴാണ് അവന് മനസ്സിലാവുക എല്ലാം കൂടെ 9 ലക്ഷത്തിന് മേലെ അവന് കിട്ടാൻ പോകുന്നുണ്ട്. ഇത് കാണുന്ന കടക്കാരൻ ചോദിക്കും ഇത്രയും ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോൺസ് എല്ലാം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയേ? അതൊന്നും പറയാൻ പറ്റില്ല, അതെല്ലാം എൻ്റെ ബിസിനസ് സീക്രട്ടാണെന്നും പറഞ്ഞവൻ പുറത്തിറങ്ങും. അവിടുന്ന് നേരെ ചെല്ലുന്നത് അനിയത്തിയെ സ്കൂളിൽ നിന്നും കൂട്ടാനാണ്. എന്നാൽ ഇന്ന് അവളെ കൂട്ടാൻ പോകുന്ന സമയത്ത് അവൻ്റെ മുഖത്ത് സന്തോഷം അല തല്ലുന്നുണ്ട്. അവളുടെ കവളത്ത് പിടിച്ചവൻ എന്ന് കാണിക്കും. അവൾ ചോദിക്കും ഇന്ന് നിനക്കെന്താ പറ്റിയ? കുറച്ച് സന്തോഷം അധികം ഉണ്ടല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വണ്ടിയിൽ വരുമ്പോഴും ഹീറോയുടെ മനസ്സിൽ അവളുടെ അസുഖമെല്ലാം ഭേദമാകുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. അപ്രതീക്ഷിതമായിട്ടാണ് ചൈനയിൽ ഒരു നിയമം വരുന്നത്. സെക്കൻഡ് ഹാൻഡ് ഫോണുകളൊന്നും ഇനി ആരും യൂസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു നിയമം കാരണം നമ്മുടെ ആക്കും പണി കിട്ടും. കാരണം എന്താന്ന് വെച്ചാൽ അവൻ ഈ ഫോൺസ് എല്ലാം നന്നാക്കി വിൽക്കുന്നത് ആ കമ്പനി പോലും അറിയാതെയാണ്. അഥവാ ഇനി ഇതെങ്ങാനും ഗവൺമെന്റിന്റെ കണ്ണിൽ പെട്ടാൽ വാങ്ങുന്നവനും വിൽക്കുന്നവനും എല്ലാവർക്കും ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഹീറോയുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺസ് വാങ്ങാമെന്ന് തീരുമാനിച്ചിരുന്ന ചേട്ടനും അങ്ങേർക്ക് ഫോൺ വേണ്ടാന്ന് പറയും. അതിന്റെ ദേഷ്യത്തിൽ ഹീറോ അങ്ങേരുടെ കടയിൽ ചെന്നിട്ട് നിങ്ങൾ എന്തിനാ ഇമാതിരി പണി ഇപ്പൊ കാണിക്കുന്നത്? നിങ്ങൾ വാങ്ങാന്നല്ല ആദ്യം പറഞ്ഞിരുന്നത്. അതിന് ചേട്ടൻ പറയും നിന്റെ കണ്ണിൽ എന്താടാ പട്ടി വെച്ച് കിടക്കുന്നുണ്ടോ? ഈ നിയമം വന്നിരിക്കുന്നൊന്നും കാണുന്നില്ലേ? ഈ മൊബൈൽ ഫോൺസ് വാങ്ങിയാലും വിറ്റാലും എല്ലാം കുഴപ്പമാണ്. ഇതൊരു ബിസിനസ്സാണ്. ആദ്യം നീ അത് മനസ്സിലാക്കുക. ഇതിൽ ഉയർച്ച ഉണ്ടാകും താഴ്ച ഉണ്ടാകും. അതിലൊന്നും ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ആ കടക്കാരനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതുപോലൊരു നിയമം വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ബിസിനസിന്റെ സേഫ് സോൺ പിടിച്ചിട്ടല്ലേ കാര്യങ്ങളെല്ലാം ചെയ്യൂ. അവിടുന്ന് ഹീറോ നേരെ ചെല്ലുന്നത് വെയർ ഹൗസിലേക്കാണ്. ഹീറോ അവിടെ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺസ് എല്ലാം വാങ്ങി കഴിഞ്ഞതുകൊണ്ട് തന്നെ
തന്നെ ഇനി അത് അവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാടക ഹീറോ ആണ് അടയ്ക്കേണ്ടത്. അവിടെ ജോലി ചെയ്യുന്ന ആളുടെ കയ്യിൽ ഇത് 2 ദിവസം കൂടി ഇവിടെ തന്നെ വെക്കണം, അതിനുള്ള വാടകയും ഹീറോ കയ്യിൽ കൊടുക്കുമ്പോൾ അങ്ങേര് പറയും ഇനി എത്ര വാടക തന്നിട്ടും കാര്യമില്ല, 3 ദിവസത്തിനുള്ളിൽ ഇത് ഇവിടെ നിന്ന് ഒഴിക്കണം, ഇനി ഒരിക്കലും ഇതിവിടെ വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല. ഹീറോ 1 മാസം കൂടെ നീട്ടി തരുമോ എന്ന് ചോദിക്കെങ്കിലും അവരവിടെയുള്ള ചില്ല അടച്ചു കളയും. അന്നവൻ വളരെ വിഷമത്തിലാണ് അനിയത്തിയെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടു വരുന്നത്. അവൻ ആദ്യം വിചാരിച്ചു പോയി ഇതെല്ലാം നടന്നു കിട്ടിയിരുന്നെങ്കിൽ ഇവളുടെ അസുഖം ഭേദമാക്കാൻ പറ്റുമെന്ന്. എന്നാൽ അതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാതായത്. അതൊന്നും അവന് സഹിക്കാൻ പറ്റില്ല. അന്ന് തിരിച്ച് വീട്ടിലെത്തിയാലും അവൻ ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മൊബൈൽ ഫോൺ എടുത്ത് തിരിച്ചു നോക്കുമ്പോൾ ആ മൊബൈലിന്റെ കമ്പനിയുടെ പേര് കാണുന്നത് SNE. പിറ്റേന്ന് രാവിലെ തന്നെ അവൻ ആ കമ്പനിയിൽ ചെന്നിട്ട് അവിടെയുള്ള മാനേജറെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങേർക്കാണെങ്കിൽ അവനെ കണ്ട് സംസാരിക്കാനുള്ള നേരമൊന്നുമില്ല. അങ്ങേര് നടന്ന ഓഫീസിൽ ചെല്ലുന്നത് വരെയുള്ള സമയം അവൻ എന്തെങ്കിലും വേണമെങ്കിൽ സംസാരിക്കുക. അങ്ങനെ കാണുമ്പോൾ തന്നെ അവൻ ഓടിച്ചെന്ന് കാര്യം പറയും. നിങ്ങളുടെ കമ്പനിയിലെ C8 എന്ന് വരുന്ന സീരീസിലെ മുഴുവൻ ഫോൺസും എൻ്റെ കയ്യിലുണ്ട്, അതെല്ലാം എനിക്ക് നന്നാക്കാനും പറ്റും, നന്നാക്കി കഴിഞ്ഞാൽ നിങ്ങളത് തിരിച്ചെടുക്കുമോ? മാനേജർ പറയും ഞങ്ങൾ വിറ്റ് കഴിഞ്ഞ ഫോൺസ് ഒന്നും ഒരിക്കലും തിരിച്ചെടുക്കില്ല, ഞങ്ങൾക്ക് അതിനുള്ള ആവശ്യമില്ല. ഹീറോ പറയും ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന മാർക്കറ്റുകളിലെല്ലാം ചെന്നിട്ട് ഒരു സെൻസസ് എടുത്ത് നോക്കി, അതിലെനിക്ക് മനസ്സിലായത് ഇതുപോലെയുള്ള മൊബൈൽ ഫോൺസ് വാങ്ങാനായിട്ട് ആവശ്യക്കാർ കൂടുതലാണ്. മാനേജർ പറയും നിന്നെപ്പോലെയുള്ള കൂലിപ്പണിക്കാരെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കൊന്നും മൊബൈൽ ഫോൺസ് നന്നാക്കാൻ പറ്റില്ല, അതൊന്നും ക്വാളിറ്റി ചെക്കപ്പ് പാസ്സാവാൻ പോകുന്നില്ല. പാസ്സായാൽ ആ മൊബൈൽ ഫോൺസ് എല്ലാം എടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പറയും ഓ ശരി, ഇപ്പോൾ ഒന്ന് സൈഡ് നിന്ന് തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ ഓഫീസിലേക്ക് കയറി ചെല്ലും. അങ്ങനെ തിരിച്ച് കടയിൽ വരുന്നവൻ ആ മൊബൈൽ ഫോൺ ക്വാളിറ്റി ചെക്കപ്പിന് കൊടുത്തയക്കാനായിട്ട് തീരുമാനിക്കും. പക്ഷെ അതിന് ഇങ്ങനെ അങ്ങ് അയച്ചാൽ പോരാ, മൊബൈലിൻ്റെ ക്യാമറയും ഡിസ്പ്ലേയും എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. അതെല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ക്വാളിറ്റി ചെക്കപ്പിൽ പാസ്സാവാൻ പോകുന്നുള്ളൂ. അന്നേരമാണ് കടയിലേക്ക് കട പണയത്തിന് വാങ്ങിയിരുന്ന ആളങ്ങോട്ട് വരുന്നത്. അങ്ങേര് ചോദിക്കും മോനെ നിന്നെക്കൊണ്ട് ഈ കാശെല്ലാം അടച്ചു തീർക്കാൻ പറ്റുമോ? ഹീറോ പറയും ഇതുപോലെയുള്ള ഇഷ്ടംപോലെ ഫോണുകൾ എൻ്റെ കയ്യിലുണ്ടാകും, അതെല്ലാം നന്നാക്കി കഴിഞ്ഞാൽ എനിക്ക് 9 ലക്ഷം രൂപയാണ് കിട്ടാൻ പോകുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് തരാനുള്ള കാശാണ് തരാൻ പോവുക. അതിന് അയാൾ പറയും നിനക്ക് കുറച്ച് ബുദ്ധി ഉണ്ടായിപ്പോയി, അതുകൊണ്ട് ഞാൻ നിന്നെ മന്ദബുദ്ധി എന്നാണ് വിളിക്കാൻ പോകുന്നത്. ഹീറോ പറയും എനിക്ക് നിങ്ങൾ അങ്ങനെ വിളിക്കാൻ പറ്റില്ല, നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെ എനിക്ക് മന്ദബുദ്ധി എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. അയാൾ ദേഷ്യത്തിൽ പറയും ഞാൻ എൻ്റെ ടൂള് കൊണ്ടുവന്നില്ല, കൊണ്ടുവന്നിരുന്ന നിന്റെ തല തല്ലി പൊളിച്ചാനെ. ഹീറോ അയാളുടെ മുന്നിലേക്ക് ഒരു മേട്ടി വെച്ചെടുക്കും. അത് കാണുന്ന അങ്ങേര് ചെറുതായിട്ടൊന്ന് ഞെട്ടും. പകരം വീട്ടിൽ നാളെ ആവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അയാൾ പോയി കഴിയുമ്പോൾ ഹീറോ കടയുടെ ഷട്ടറെല്ലാം അടച്ചിട്ടിട്ട് ആ ഫോൺസിന്റെ പാർട്സ് എല്ലാം ഊരി മാറ്റാനാണ് പോകുന്നത്. അതൊരു ചെറിയ പരിപാടിയാണെന്ന് വിചാരിക്കരുത്. ആ മൊബൈലിനെ കുറിച്ച് അവൻ ഒരു കാര്യം അറിയില്ല. അതുപോലൊരു മൊബൈൽ അവൻ ഇതിനു മുന്നേ റിപ്പയർ പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഊരി മാറ്റുന്ന സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് എവിടെയാണ് തിരിച്ചു വെക്കേണ്ടതെന്ന് അവൻ ഉറപ്പ് വരണം. മാത്രമല്ല അതിന്റെ ബോർഡിനെ കുറിച്ചും അവന് കൂടുതൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. വെറുതെ അതങ്ങ് അഴിച്ചു മാറ്റി മാത്രമല്ല ചെയ്യുന്നത്, അവൻ അതിന്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് അത് ഒട്ടിച്ചു വെക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഫോട്ടോയുടെ തൊട്ടടുത്തായിട്ട് തന്നെ എഴുതി വെക്കുന്നുണ്ട്. ഇതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ടല്ല അവൻ ചെയ്തു തീർക്കുന്നത്, 2-3 ദിവസം എടുക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവന് കാശ് കിട്ടണമെങ്കിൽ അവന് മറ്റുള്ള മൊബൈൽ ഫോൺസ് റിപ്പയർ ചെയ്യണമല്ലോ. അതിന്റെ ഇടക്കാണെങ്കിൽ അവന്റെ വീടിന്റെ വാടക അടയ്ക്കാനുള്ള നോട്ടീസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ വലിയ കാര്യമാക്കുന്നില്ല. ഈ മൊബൈൽ ഫോൺസ് എല്ലാം വിറ്റ് കിട്ടിയാൽ അവൻ ഇതിലും കുറേ കാശ് കിട്ടാൻ പോവുകയാണ്. അതെല്ലാം കിട്ടിയിട്ട് അടയ്ക്കാന്നാണ് അവൻ വിചാരിക്കുന്നത്. എന്നാൽ അവൻ വിചാരിക്കുന്ന പോലെ അല്ലാന്ന് അവനൊരു 2 ദിവസം കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത് ക്വാളിറ്റി ചെക്കപ്പിന് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് പണി അതിന്റെ മേലെ എടുക്കാനുണ്ട്. അങ്ങനെ 3 ദിവസം കൊണ്ടാണ് അവൻ ആ ഫോൺ ക്വാളിറ്റി ചെക്കപ്പിന് അയക്കാനുള്ള പരുവത്തിൽ എത്തിക്കുന്നത്. മാത്രമല്ല അവനിപ്പോൾ ആ ഫോണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം അറിയാം. അതിന്റെ ക്വാളിറ്റി ചെക്കപ്പ് എടുക്കാനായിട്ട് അവൻ അത് കൊണ്ടു ചെല്ലുന്നത് ആ SNE എന്ന കമ്പനിയിലേക്ക് തന്നെയാണ്. അവിടെ കൊണ്ടുപോയി കൊടുത്ത് കുറച്ച് സമയം എടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് സമയം എടുക്കുമ്പോൾ അവൻ ക്വാളിറ്റി ചെക്കപ്പിൽ പാസ്സായിട്ടുണ്ട്. അവൻ അതിന്റെ റിസൾട്ടുമായിട്ട് നേരെ മാനേജറെ കാണാനായിട്ടാണ് ചെല്ലുന്നത്. എന്നാൽ ഇന്ന് SNE കമ്പനിയുടെ ബോസ് വരുന്ന ദിവസമാണ്. അതുകൊണ്ട് മാനേജർ അവനെ മെയിൻ പോലും ചെയ്യുന്നില്ല. അവൻ ചെന്ന് പറയുന്നുണ്ട് ഞാൻ ക്വാളിറ്റി ചെക്കപ്പിൽ പാസ്സായി എന്ന്. അതിന് മാനേജർ പറയും പാസ്സായാലെന്താ, ഞാൻ നിന്നോടെങ്ങാൻ പറഞ്ഞോ ഇതെല്ലാം പാസ്സാക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ? ഹീറോ ചോദിക്കും നിങ്ങളല്ലേ എനിക്ക് വാക്ക് തന്നത്, എന്നിട്ട് അതിപ്പോൾ മാറ്റുകയാണോ? അതിന് അയാൾ പറയും നിന്റെ പ്രായം നീ ആദ്യം നോക്ക്, എന്നിട്ട് ഇതുമാതിരിയുള്ള പരിപാടിക്കെല്ലാം ഇറങ്ങിത്തിരിക്കുക. അത് കേൾക്കുന്ന ഹീറോ കുറച്ച് സമയം അവിടെ നിന്ന് സ്തംഭിച്ചു പോകും. മാനേജർ ആണെങ്കിൽ ബോസിന്റെ കൂടെ ലിഫ്റ്റിൽ കയറാനായിട്ട് ചെല്ലാണ്. ഹീറോ വിളിച്ചു പറയും എൻ്റെ പ്രായത്തിന് എന്താ കുഴപ്പം, ഞാൻ പറഞ്ഞതും എൻ്റെ പ്രായമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഹീറോ ഇങ്ങനെ വിളിച്ചു പറയുന്നതാണെങ്കിൽ അവിടെ നിന്ന് ബോസ് കേൾക്കുന്നുണ്ട്. എന്നാൽ അങ്ങേരും കൂടുതൽ കാര്യമാക്കില്ല. അങ്ങേര് ലിഫ്റ്റിൽ കയറിയിട്ട് ഓഫീസിലേക്ക് കയറി ചെല്ലും. എന്നാൽ അങ്ങേര് കുറച്ച് സമയം കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് തിരിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് ഹീറോ അങ്ങേരെ കാത്തു നിൽക്കുന്നുണ്ട്. ഇനി ബോസിനോടാണ് അവൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ അവൻ പറയുന്ന അയാൾ കേൾക്കുന്ന പോലുമില്ല. മാനേജർ ആയിരുന്നെങ്കിൽ അവൻ പറയുന്നത് കേട്ടിരുന്നു, ഇയാൾ മെയിൻ ചെയ്യുന്ന പോലുമില്ല. അങ്ങേര് വണ്ടിയിൽ വന്ന് കയറാൻ നേരത്ത് ഹീറോ ചെന്ന് ചോദിക്കും നിങ്ങൾക്ക് എനിക്കായിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാനുണ്ടോ? ബോസ് പറയും ഞാനൊരു ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് അതിലിപ്പോൾ പോയേ പറ്റൂ, അതുകൊണ്ട് നിനക്ക് 10 മിനിറ്റ് മാറ്റി വെക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല. അങ്ങനെ ബോസ് പോയി കഴിയുമ്പോൾ ഹീറോ അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരനോട് അങ്ങേര് എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും എനിക്ക് പറയാൻ സൗകര്യമില്ല. ഹീറോ ഒരൊറ്റയടിക്ക് അവനെ ചില്ലി കൂട്ടി പിടിക്കും. അങ്ങേര് എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കും. ഹീറോ പെട്ടെന്ന് തന്നെ അയാൾ പോയ സ്ഥലത്തേക്ക് തന്നെ ട്രെയിൻ ബുക്ക് ചെയ്യാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ ഓടി വരും. ആളുകളുടെ ഇടയിൽ കൂടെ മുന്നേ
ട്രെയിനിൽ കയറിയിട്ട് എനിക്ക് ഷോഹായിലേക്ക് പോകാനുള്ള ടിക്കറ്റ് വേണമെന്ന് പറയുമ്പോൾ അയാൾ പറയും നീ ആ ടിക്കറ്റ് എടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, അടുത്ത 30 മിനിറ്റിനുള്ളിൽ ട്രെയിൻ അവിടെ നിന്ന് എടുക്കും, 30 മിനിറ്റ് കൊണ്ടൊന്നും നിനക്ക് ആ ട്രെയിനിൽ എത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും അത് ഞാൻ തീരുമാനിച്ചോളാം, നീ എനിക്ക് ടിക്കറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞ് ടിക്കറ്റും വാങ്ങിയിട്ട് ഹീറോ വണ്ടിയിൽ ട്രെയിനിൻ്റെ അടുത്തേക്ക് ചീറിപ്പായാണ്. അതേ സമയത്ത് ബോസ് ഈ കാര്യങ്ങളൊന്നും അറിയാതെ അങ്ങേരുടെ കമ്പനിയിലെ ഫോണിൽ തന്നെ ക്യാൻഡി ക്രഷും കളിച്ചുകൊണ്ട് പോവുകയാണ്. ഹീറോയുടെ നേർവഴിക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് അവർ തമ്മിൽ അവിടെ നിന്ന് പ്രശ്നം. നമ്മുടെ ആൾ പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷോർട്ട് കട്ടിൽ കൂടെ ഓടിക്കും. അവിടെ ഇവിടെയായിട്ട് വണ്ടി മുട്ടുമെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും എങ്ങനെയൊക്കെയോ അവൻ ഓടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ആ ഷോർട്ട് കട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വന്ന് കയറുമ്പോഴാണ് മുന്നിൽ തന്നെ ഒരു സൈക്കിളാരൻ ആ സൈക്കിളിൽ ചെരിച്ച് കൊണ്ടുപോയി ഇടിച്ച് വണ്ടിയും തെറിച്ച് താഴെ വീഴും. എന്നോട് ക്ഷമിക്കണം, സോറി എന്ന് പറഞ്ഞ് വണ്ടി എടുക്കാൻ നോക്കുമ്പോഴാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. പണ്ടാരം പുല്ലെന്ന് പറഞ്ഞ് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓടുകയാണെങ്കിൽ പിന്നെ റോഡിൻ്റെ ആവശ്യമില്ലല്ലോ. അവൻ ഏതൊക്കെയോ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടി ഓടുന്ന സമയത്ത് അവസാനം റോട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു കാറാണെങ്കിൽ അവൻ ഇടിച്ചു തെറിപ്പിക്കും. നാട്ടുകാരെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവനെ സഹായിക്കണമെന്ന് വിചാരിക്കുമ്പോഴേക്ക് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടും. ഇവിടെ ബോസും മാനേജറും ആണെങ്കിലും നനച്ച വണ്ടിയിൽ കയറിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അതേ സമയത്ത് ദൂരെ നിന്ന് പാലത്തിലൂടെ ഹീറോ ഓടി വരുന്നത് നമുക്ക് കാണാം. എന്നാൽ ട്രെയിൻ അടയ്ക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഓടി വന്നവൻ ട്രെയിൻ അകത്ത് കയറി അവരിയ്ക്കുന്ന സീറ്റിന് ഓപ്പോസിറ്റ് സീറ്റിൽ ഓടി വന്നിരിക്കും. ചക്രശ്വാസം എല്ലാം വലിച്ചു കഴിഞ്ഞിട്ട് അവൻ ചോദിക്കും ഇനിയെങ്കിലും എനിക്കൊരു 10 മിനിറ്റ് തരാനുണ്ടോ. ഇത് കാണുന്ന ബോസിനാണെങ്കിൽ അവനോട് ചെറിയൊരു ബഹുമാനം തോന്നും. അവൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വന്നതല്ലേ, അവന് പറയാനുള്ളത് കേൾക്കാമെന്ന് വിചാരിക്കും. അവൻ ആദ്യം മാനേജറോട് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ബോസിനോടും പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ അങ്ങേര് ചോദിക്കും നീ ഈ ഫോണുകളെല്ലാം ആദ്യം ആരുടെയോ കയ്യിൽ നിന്ന് വാങ്ങി അതെല്ലാം റിപ്പയർ ചെയ്ത് ഒറ്റയ്ക്ക് വിൽക്കാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് ചൈനയിൽ ഇതുപോലൊരു നിയമം വരുന്നത്. അതിൽ നീ പെടുകയും ചെയ്തു, നിനക്ക് ആ ഫോണുകളൊന്നും വിൽക്കാൻ പറ്റിയില്ല. അവസാനം ഒരു വഴിയും ഇല്ലാഞ്ഞിട്ടാണ് നീ ഇപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ വന്നിരിക്കുന്നത്, ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ അതേന്ന് പറയും. അവന് വേറെ ഒന്നും പറയാനില്ല, അവനുള്ള സത്യം എന്താണെന്ന് അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം കേൾക്കുന്ന മാനേജറാണെങ്കിൽ അവനിട്ട് ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവനെപ്പോലെയുള്ളവന്മാരെയൊക്കെ വിശ്വസിക്കണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം അയാൾ ബോസിനോട് ചോദിക്കുന്നുണ്ട്. ബോസ് പറയും ഞങ്ങൾ ഈ ഫോണുകളെല്ലാം തിരിച്ചു വാങ്ങാം, പക്ഷെ നീ ഇതെല്ലാം റിപ്പയർ ചെയ്തിട്ട് അതിൽ 85% ഫോണുകളോളം ക്വാളിറ്റി ചെക്കപ്പിൽ പാസ്സായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനത് വാങ്ങാം. ഇനിയിപ്പോൾ 85%ഓളം പാസ്സായില്ലെങ്കിൽ അതിലൊറ്റൊന്നു പോലും ഞാൻ വാങ്ങാൻ പോകുന്നില്ല. നിനക്ക് അതിനുണ്ടായ നഷ്ടങ്ങളൊന്നും ഞാൻ നികത്താനും പോകുന്നില്ല. നീ അതിന് റെഡിയാണെങ്കിൽ നാളെ എൻ്റെ മാനേജറെ വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവന് ബിസിനസ് കാർഡ് എടുത്തു കൊടുക്കും. അതും വാങ്ങി ഹീറോ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങും. അപ്പോഴും അവനൊരു സംശയമുണ്ട്, ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്ന് ചെറിയൊരു ഡൗട്ട്. അതേ സമയത്ത് ട്രെയിനിലിരിക്കുന്ന ബോസ് മാനേജറോട് ചോദിക്കും നീ കമ്പനിയിൽ ജോലിക്ക് വരാൻ തുടങ്ങിയത് നിന്റെ എത്രാമത്തെ വയസ്സിലാണ്. എൻ്റെ 26ാമത്തെ വയസ്സിലാണ് വന്നതെന്ന് പറയുമ്പോൾ ബോസ് പറയും ഞാൻ ആദ്യം ഈ നാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ഏകദേശം അവൻ്റെ പ്രായമുണ്ടായിരുന്നു. അന്ന് ഇവിടെയെല്ലാം കാട് പിടിച്ച് കിടക്കായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം മീനെ പിടിച്ച് വിൽക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ഇവിടെയെല്ലാം കോൺക്രീറ്റിൻ്റെ ബിൽഡിങ്ങുകളെല്ലാം വളർന്നു പൊന്തുന്നത്. അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ നാട്ടിൽ എന്തും ചെയ്യാൻ പറ്റും. അങ്ങനെ സമയം സന്ധ്യയായി. ഹീറോയുടെ അനിയത്തിയെ കൂട്ടാനായിട്ട് അവൻ ഇതുവരെ സ്കൂളിൽ എത്തിയിട്ടില്ല. അവളാണെങ്കിൽ സെക്യൂരിറ്റിയുടെ റൂമിൽ ഒരു കോഴിമുട്ടയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ കോഴിമുട്ടയും കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. എന്താണെന്നറിയില്ല, ഞാൻ പിന്നെയും കുറേ തവണ ഈ സീന് കണ്ടു. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഹീറോ അവിടെ എത്തുന്നത്. അവിടെയുള്ള സെക്യൂരിറ്റിക്കും അറിയാം അവൻ എന്തുകൊണ്ടാണ് സമയം വൈകുന്നതെന്നുള്ള കാര്യം. എന്തായാലും ഹീറോ വന്ന അനിയത്തിയെ കൂട്ടി പുറത്തിറങ്ങുന്ന നേരത്ത് അവൾ ചോദിക്കും നമ്മുടെ സ്കൂട്ടി എവിടെ പോയി. ചെറുതായിട്ട് അതൊന്ന് വീണപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് ഹീറോയും പറയും. അത് കേൾക്കുന്ന അവള് അവൻ്റെ കുപ്പായം പിടിച്ചൊന്ന് പൊന്തിച്ച് നോക്കുമ്പോഴാണ് അവിടെ വീണതിൻ്റെ മുറിവ് കാണുക. അത് കാണുമ്പോൾ തന്നെ അവളുടെ കണ്ണ് നിറയാൻ തുടങ്ങും. അവൾ ചോദിക്കും ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വണ്ടിയിൽ വേഗത്തിൽ പോകരുതെന്ന്. ഹീറോക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല. ഞാൻ ഇനി അങ്ങോട്ട് അതെല്ലാം ശ്രദ്ധിക്കാം, നമുക്കിപ്പോൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിയിട്ട് ഹീറോ പോകും. വീട്ടിലെത്തുമ്പോൾ ഹീറോയുടെ മുറിവിന് അവളാണ് മരുന്ന് വെച്ചു കൊടുക്കുക. അവൾ ചെറിയൊരു കുട്ടിയല്ലേ, അവൾക്ക് ഇതുപോലെയുള്ള പരിപാടിയൊന്നും അറിയില്ല എന്ന് വിചാരിക്കരുത്. അവിടെയുള്ള സ്കൂളിലെല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. നമ്മുടെ നാട്ടിലുള്ള സ്കൂളിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത്. ചില സ്കൂളിലെല്ലാം ഞാനും കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ഒരു മുറി പറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്കൂളുകൾ. എന്തായാലും ഒരു അനിയത്തി ഇല്ലാതായി പോയതിൻ്റെ വിഷമം എനിക്കുണ്ട്. പക്ഷേ സിസ്റ്ററുടെ കല്യാണം കഴിഞ്ഞു. സിസ്റ്റർക്ക് ചെറിയൊരു അനിയത്തിയുണ്ട്, അനിയത്തിയല്ല മകളുണ്ട്. ഞാനീ പറയുന്നൊന്ന് അവള് കേൾക്കണ്ട, മിക്കവാറും വന്ന് എൻ്റെ കോവിലിട്ടിടിയും. എന്തായാലും അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ സോങ്ങപ്പാപ്പൻ്റെ അടുത്ത് വന്നിട്ട് അവൻ ഇതുപോലെ ഫോണുകളെല്ലാം നന്നാക്കി കൊടുക്കാൻ പോവുകയാണെന്നുള്ള കാര്യം പറയും. പക്ഷേ അവൻ അതിനായിട്ട് ഒരു ചെറിയ ഫാക്ടറി സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അതിനാണെങ്കിൽ കുറച്ച് ചിലവ് അധികമായിരിക്കും. അതുകൊണ്ട് ഇനി മുതൽ അവൻ വീണ്ടും അവൻ്റെ പഴയ വിൻഡോ ക്ലീനിങ്ങിന് വീണ്ടും പോകും. കാരണം പകൽ സമയത്ത് അവൻ അവിടെ ജോലി ചെയ്യും, രാത്രി സമയം തിരിച്ചു വന്നിട്ട് ഫാക്ടറിയിൽ ജോലി ചെയ്യും. അങ്ങനെയാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, ഫാക്ടറി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ജോലി ചെയ്യാനായിട്ട് കുറച്ചധികം ആളുകളെ കിട്ടേണ്ട ആവശ്യമുണ്ട്. അതും പോരാത്തതിന് വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റിയ ഒരാളെ കൂടെ കിട്ടണം. അതിനായിട്ട് അവൻ ചോദിക്കുന്ന അപ്പാപ്പനെയാണ്, നിങ്ങൾ എൻ്റെ കൂടെ ഫാക്ടറി ഉണ്ടാക്കി അവിടെ ജോലി ചെയ്യാനായിട്ട് വരുമോ എന്ന് ചോദിക്കും. അവൻ അപ്പാപ്പനോട് അങ്ങനെ ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങേർക്ക് ഈ ജോലി എങ്ങനെയും നിർത്തിയിട്ട് മറ്റെന്തെങ്കിലും ഒരു ജോലിക്ക് പോകണമെന്നാണ് ആഗ്രഹം. ഹീറോയുടെ കൂടെ ജോലിക്ക് വന്നാൽ
കുറച്ചധികം കാശ് കൊടുക്കാന്ന് അവൻ പറയുകയും ചെയ്യും. അത് കേൾക്കുന്ന സോങ് അപ്പാപ്പൻ പറയും, നീ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാന്ന് എനിക്കറിയാം, നിന്റെ അനിയത്തിയെ നിനക്ക് എങ്ങനെയും രക്ഷിക്കണം, പക്ഷെ നീ അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി അത് ശരിയാണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത് കേൾക്കുന്ന ഹീറോ പറയും, അവളെ ചികിത്സിക്കണമെങ്കിൽ മിനിമം 3 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ വേണം, പിന്നെ ഓപ്പറേഷൻ, ആശുപത്രി വാസം, മരുന്ന്, നഴ്സിംഗ് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് 5 ലക്ഷത്തോളം ചിലവ് വരും. ഈ ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലേക്ക് വരാൻ പോകുന്നത് 9 ലക്ഷത്തോളം രൂപയാണ്. ഇതിൽ 5 ലക്ഷം രൂപയ്ക്ക് എനിക്ക് അവളുടെ ആശുപത്രി ചിലവെല്ലാം നോക്കാം. അത് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാശും എനിക്ക് കിട്ടും. ഇതെല്ലാം കേൾക്കുന്ന അപ്പാപ്പൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ചില കാരണവന്മാരെ പോലെ അവനെ വഷളാക്കുന്നില്ല. അവൻ ഇതിലെങ്ങനെയും വിജയിക്കുകയാണെങ്കിൽ അവൻ്റെ അനിയത്തിയുടെ ജീവനാണ് രക്ഷപ്പെടാൻ പോകുന്നത്. അന്ന് തന്നെ ഹീറോ SNE കമ്പനിയിൽ ചെന്നിട്ട് അവിടെയുള്ള കരാറിൽ ഒപ്പുവെക്കാനായിട്ട് പോവാണ്. അതിൻ്റെ ടേംസ് ആൻഡ് പോളിസീസ് എല്ലാം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മാനേജർ വീണ്ടും അവനെ ചൊറിയുന്നത്. അയാൾക്ക് ഇത് എന്തിൻ്റെ ചൊറിയാന്ന് അറിഞ്ഞൂടാ. അയാൾ പറയും, ഇതുപോലെയുള്ള കുറേ കൂലിപ്പണിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്കൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് പണക്കാരാവണം, അതിനാണെങ്കിൽ ജോലി ചെയ്യാനും പറ്റില്ല, പാതി വഴിക്കിൽ ഉപേക്ഷിക്കുകയും ചെയ്യും. എന്നാൽ ഹീറോ അയാൾ പറയുന്നൊന്നും കേൾക്കാതെ പെണ്ണെടുത്ത് ആ പോളിസിയിൽ ഒപ്പുവെക്കും. എന്നിട്ട് അയാളോട് പറയും, ഞാനൊരു കൂലിപ്പണിക്കാരനാണെങ്കിൽ നിങ്ങളും കൂലിപ്പണിക്കാരൻ തന്നെയാണ്. അങ്ങനെ കടയിലെത്തുന്ന ഹീറോ കടയിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വിൽക്കും. അവനറിയാം അതിനിയും പണയത്തിന് വെച്ചോണ്ടിരുന്ന ഒന്നും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന്. അതിലവൻ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം മാറ്റിവെക്കും. അതെല്ലാം ഇനി കൊണ്ടുപോയി വെക്കണമെങ്കിൽ മറ്റൊരു സ്ഥലം കണ്ടുപിടിക്കണം, മറ്റൊരു ഫാക്ടറി അവൻ കണ്ടുപിടിക്കണം. എന്നാൽ ഫാക്ടറി ഉണ്ടാക്കിയാൽ പോരാ, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം കാശ് കൊടുക്കുകയും വേണം. എന്നാൽ അതിനാവശ്യമായിട്ടുള്ള കാശ് കണ്ടുപിടിക്കാനായിട്ട് അവൻ അവൻ്റെ പഴയ വിൻഡോ ജോലി ചെയ്യാനായിട്ടാണ് പോകുന്നത്. അവിടെയുള്ള ആശാനോട് എനിക്ക് വീണ്ടും വിൻഡോ ജോലി ചെയ്യാൻ കയറണമെന്ന് പറയുമ്പോൾ അയാളാണെങ്കിൽ സമ്മതിക്കുന്നില്ല. കാരണം ഇതിനു മുന്നേ ഇതുപോലെ ഒരു ചെറിയ കുട്ടി വന്ന് അവിടെ ജോലി ചെയ്ത് അവിടുന്ന് താഴെ വീണ് മരിക്കുകയാണ് ചെയ്തത്. ഹീറോയും ഇതിനു മുന്നേ അവിടെ വന്ന് ജോലി ചെയ്തിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ മരണത്തോടുകൂടെ ഹീറോയെ അവിടുന്ന് പുറത്താക്കാണ് ചെയ്തത്. അവനെ പുറത്താക്കേണ്ടി വരികയാണ് ചെയ്തത്. എന്തായാലും ആശാൻ അവനെ ജോലിക്ക് എടുക്കില്ല എന്ന് പറയുമ്പോൾ അവൻ പിന്നെയും ചോദിക്കും. അയാൾക്കറിയാം അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം. ആശാൻ പറയും, നീ ഇപ്പോൾ പോയിക്കോ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ഹീറോക്ക് ഹാപ്പിയാകും. അവിടുന്ന് നേരെ വന്ന് സോങ് അപ്പാപ്പനെയും കൂട്ടിയിട്ട് ഫാക്ടറി കണ്ടുപിടിക്കാനായിട്ടാണ് പോകുന്നത്. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഫാക്ടറി അവർ കണ്ടുപിടിക്കും. അതാണെങ്കിൽ പൊടി പിടിച്ച് ആകെ വഷളായി കിടക്കുകയാണ്. അതെല്ലാം നന്നാക്കി എടുക്കണം. അവർ രണ്ടുപേരും കൂടി ഒരു ദിവസം മുഴുവൻ എടുത്ത് അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പുറത്തിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്തെടുക്കും. അതിന് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്ന സമയത്തെല്ലാം സോങ് അപ്പാപ്പനും അവനെപ്പോലെ തന്നെ ഒരു ചെറിയ കുട്ടിയായിട്ടാണ് ജോലി ചെയ്യുന്നത്. തമ്മിൽ വെള്ളടിച്ചും കളിച്ചും ചിരിച്ചും അവർ ആ ജോലി ചെയ്ത് തീർക്കും. ഇനി അവസാനത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഫാക്ടറിയിൽ കറണ്ട് എത്തിക്കണം. ഹീറോ തന്നെയാണ് വയറിങ്ങും ചെയ്യുന്നത്. വയറിംഗ് എല്ലാം ചെയ്ത് കൃത്യമായിട്ട് അവിടെ എല്ലാം കറണ്ട് വരും. അത് കഴിഞ്ഞിട്ട് അവരുണ്ടാക്കുന്നത് വെയർ ഹൗസിൽ നിന്ന് കൊണ്ടുവരുന്ന ഫോണുകളെല്ലാം കൊണ്ടുവെക്കാനായിട്ട് വലിയൊരു ഷെഡാണ്. അതും അവർ രണ്ടുപേരും ചെയ്ത് തീർത്തു. അവസാനം ആ ഫോണുകളെല്ലാം കൊണ്ട് ഇവിടെ എത്തിക്കുകയും ചെയ്യും. ഇത് കാണുന്ന സോങ് അപ്പാപ്പൻ പറയും, എനിക്കിപ്പോൾ ഒരു ചൊല്ലാണ് ഓർമ്മ വരുന്നത്, നമ്മൾ എന്ത് കാര്യം ചെയ്ത് കഴിയുന്നത് വരെയും അത് അസാധ്യമായിരിക്കും. ഇനി അവർക്കുള്ള ആവശ്യം ജോലിക്കാരെയാണ്. അതിനായിട്ട് അവർ ആദ്യം തന്നെ ചെല്ലുന്നത് അവരുടെ ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്കാണ്. അവൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില ഓഫീസുകളിലെല്ലാം ചെന്നാൽ അവിടെ നമുക്ക് പൂരിപ്പിക്കാനായിട്ട് ഒരു ഫോം തരില്ലേ, അത് എഴുതി പൂർത്തിയാക്കാൻ അറിയാത്ത ആളുകൾക്ക് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് അവനൊരു ചെറിയ ചാർജും ഈടാക്കും. എന്തായാലും അവനോട് ഞങ്ങളുടെ കൂടെ മെക്കാനിക്ക് ജോലിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞു തരാം, നിങ്ങൾ അവിടെ പോയിട്ട് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ അവൻ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് ഒരു വെയിട്രസ് പെണ്ണിനെയാണ്. പക്ഷേ അവൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അവൾക്ക് കേൾവിക്കുറവാണ്. ആരെങ്കിലും ഹോട്ടലിൽ വന്ന് ഓർഡർ എടുക്കാനായിട്ട് വിളിച്ചാൽ അവൾ കേൾക്കില്ല. ഇനിയിപ്പോൾ അഥവാ കേട്ടാൽ തന്നെ അവരുടെ ചെവിയിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വിളിച്ചു ചോദിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ മുതലാളി അവളെ പുറത്താക്കാനായിട്ട് വെച്ചതായിരുന്നു, അറക്കാൻ വെച്ച കോഴിയായിരുന്നു. എന്തായാലും കൃത്യസമയത്താണ് നമ്മുടെ ടീംസ് എത്തുന്നത്. അവളെയും കൂട്ടിയിട്ട് ഫാക്ടറിയിൽ ചെന്നിട്ട് അവളുടെ ജോലി എന്താണെന്ന് കാണിച്ചു കൊടുക്കും. ജോലി എന്താണെന്ന് വെച്ചാൽ ഫോണിൻ്റെ എഡ്ജെല്ലാം ചെറിയൊരു ഉപകരണം വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ പശയെല്ലാം മെൽറ്റ് ചെയ്തിട്ട് അത് ഊരിയെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പാർട്സ് എല്ലാം ഊരിയിട്ട് മാറ്റി വെക്കുക. അത്രമാത്രമേ അവർക്കുള്ള ജോലിയുള്ളൂ. മെക്കാനിക് വർക്കെല്ലാം ഹീറോ ചെയ്തോളും. പക്ഷേ ഈ ജോലിയെക്കുറിച്ച് അവൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഹീറോ കുറച്ച് പാടുപെടുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ചെവി കേൾക്കില്ല. ഹീറോ തൊണ്ട പൊട്ടിയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവളും അതുപോലെ തന്നെ തൊണ്ട പൊട്ടിയാണ് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുക. അവൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴേക്ക് ഹീറോ ഒരു വിധാവും. അത് കഴിഞ്ഞിട്ട് ഒരു മൃഗസ്നേഹിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അങ്ങേര് ഇഷ്ടംപോലെ നായകൾക്ക് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ജോലിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അതിന് സമ്മതിക്കും. പക്ഷെ അയാൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുകളൊന്നുമില്ല. ഹീറോ പറയും 350 ഡിഗ്രിയിൽ ഈ മെഷീൻ ചൂടായാൽ മാത്രമേ ഫോണിലേക്ക് വെക്കാൻ പാടുള്ളൂ എന്ന്. പക്ഷെ അയാൾ അതിന് മുന്നേ ആ മെഷീൻ എടുത്ത് വെക്കും. അത് കാണുന്ന ഹീറോ അയാൾക്ക് കാര്യം പറഞ്ഞു മനസ്സിലായി കൊടുക്കുമ്പോൾ അയാളൊരു പ്രത്യേക നോട്ടം അവൻ്റെ മുഖത്തേക്ക് നോക്കും. അവൻ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിക്കുമ്പോൾ അയാൾ പറയും, മോനെ എനിക്ക് അറിയാഞ്ഞിട്ടാ, ഞാൻ ശരിയാക്കാൻ നോക്കാം, ഞാൻ ശരിയാക്കും 350 ഡിഗ്രി. എന്തായാലും അയാളൊരു പാവ മനുഷ്യനായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ചെല്ലുന്നത് ഒരു ഗെയിം കഫേയിലേക്കാണ്. അവിടെ ഒരു സുന്ദര കില്ലാടിച്ചേട്ടനുണ്ട്. അങ്ങേരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങേർക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അവളെ വിവാഹം കഴിക്കണേൽ ഒരു ജോലി വേണ്ടേ, അതിനു വേണ്ടിയാണ് അയാൾ ഈ ജോലിക്ക് വരുന്നത്. അയാൾ ഒരു കമ്പനിക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന പോലെയാണ് അവരുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്നത്. ഇന്റർവ്യൂ കഴിയുമ്പോൾ അയാൾ പറയും, ഞാൻ എൻ്റെ നൻപനെ കൂടെ കൂട്ടട്ടെ ജോലിക്ക്, നമ്മുടെ ടീംസ് ഒന്നും നോക്കില്ല, കൂടെ കൂട്ടിക്കോ എന്ന് പറയുമ്പോൾ അവൻ ദൂരേക്ക് നോക്കി നൻപാന്ന് വിളിക്കും. അന്നേരം ഗെയിം കളിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ഇടയിൽ നിന്ന് ഒരുത്തിന്
എഴുന്നേറ്റ് നിൽക്കും. അവനാണെങ്കിൽ ഒരു ഗെയിമർ ഭ്രാന്തനാണ്. ജോലിക്ക് വന്നാൽ തന്നെ അവൻ ഉറങ്ങാനേ നേരമുള്ളൂ. നൻപന്റെ ഉറക്കം എങ്ങനെ മാറ്റാന്ന് ഹീറോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സോങ്ങപ്പാപ്പൻ ഹീറോയെ പുറത്തുനിന്ന് വിളിക്കുക. ചെന്ന് നോക്കുമ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ നിന്നും 5 ഓൾഡ് ഈസ് ഗോൾഡുകൾ വന്നിട്ടുണ്ട്. അവരെ ജോലിക്ക് എടുക്കണം എന്നാണ് പറയാ. സോങ്ങപ്പാപ്പൻ പറഞ്ഞിട്ട് വന്നതല്ല, ഇതുപോലൊരു പരിപാടി ഹീറോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരെല്ലാരും കൂടി ഇങ്ങ് കയറി പോകുന്നതാണ്. അതിലൊരു കാലില്ലാത്ത മുത്തശ്ശനും ഉണ്ട്. അങ്ങേരെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റാന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അങ്ങേര് പഴയൊരു ക്ലോക്ക് മെക്കാനിക്കാണ്. അങ്ങേരെ ഒരു ഫോൺ എടുത്ത് അതിലെ പാർട്സുകളെല്ലാം ഊരിയിട്ട് അവരുടെ മുന്നിലിട്ട് കാണിച്ചു കൊടുക്കും. അതിലെല്ലാ പാർട്സുകളും അങ്ങേര് ഊരി മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഫാക്ടറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ജോലിക്കാരെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അവരാദ്യം തന്നെ ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുക. ഓർമ്മയ്ക്ക് വേണ്ടേ? അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ജോലികളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പകൽ സമയത്ത് അവരെല്ലാവരും കൂടെ ഫാക്ടറിയിൽ ഇരുന്ന് ഫോണിന്റെ പാർട്സ് എല്ലാം ഊരി മാറ്റും. അതേ സമയത്ത് ഹീറോ വിൻഡോ ക്ലീൻ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുക ആ ജോലി കുറച്ച് കഷ്ടപ്പാടാണ്. ഹീറോ ഇതിന് മുന്നേ ചെയ്ത ജോലിയാണ്. എന്തായാലും വിൻഡോ ക്ലീൻ ചെയ്യുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് നമുക്കിപ്പോഴാണ് മനസ്സിലാവുക. വളരെ കഷ്ടപ്പെട്ടാണ് അവർ ആ ജോലി ചെയ്യുന്നത്. അന്ന് വൈകുന്നേരം ഹീറോ അനിയത്തിയെ ഡോക്ടറെ കാണിച്ച് തിരിച്ചു വരുന്ന നേരത്ത് ബസ്സിൽ വെച്ച് അവൾ ചോദിക്കും, ചേട്ടാ ഞാൻ മരിക്കാൻ പോവുകയാണോ? ഇത് കേൾക്കുമ്പോൾ തന്നെ ഹീറോ ടെൻഷനാവും. അവൻ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റും. മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ അവൾക്ക് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഒരിക്കലും തോറ്റുപോയിരുന്നുള്ള കാര്യങ്ങളാണ് അവൻ പറഞ്ഞു കൊടുക്കുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ അപ്പാപ്പന്റെ കയ്യിലാണ് ഹീറോ ഫാക്ടറിയുടെ വാടക കൊടുക്കുന്നത്. അങ്ങേരാണ് കൊണ്ടുപോയിട്ട് അത് ഡീൽ ചെയ്യുക. അതേ സമയത്താണ് ഡോറിന്റെ പുറത്തായിട്ട് ഒരുതം കാത്തു നിൽക്കുന്നത്. ചെന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഈ മൊബൈൽ ഫോൺസ് എല്ലാം നിങ്ങളുടേതല്ലേ, അതെല്ലാം ഞങ്ങൾക്ക് മറിച്ച് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അവരെന്തോ ഒരു ഇല്ലീഗൽ ബിസിനസ്സിന് വേണ്ടിയാണ് ഈ മൊബൈൽ ഫോൺസ് എല്ലാം ചോദിക്കുന്നത്. അവർക്കായിട്ട് ഈ മൊബൈൽ ഫോൺസ് എല്ലാം വിറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഹീറോ ആണ് അതിൽ പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് വേണ്ടാന്ന് ഹീറോ പറയും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ജോലിക്കാരെല്ലാവരും ജോലിക്ക് എത്തി. എല്ലാവർക്കും ആദ്യ മാസത്തെ ശമ്പളം ഹീറോ കൊടുക്കുകയും ചെയ്യും. എന്നാൽ ശമ്പളം കൊടുത്തതിൽ 100 യുവാൻ കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് നമ്മുടെ നൻപൻ ഹീറോയുടെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കും. അതിന് ഹീറോ പറയും, ഞങ്ങൾ 5 ദിവസം ലീവ് എടുത്തിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ തരാൻ പറ്റില്ല. അഥവാ ഞാൻ നിങ്ങൾക്ക് തന്നാൽ ഞാൻ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു തെറ്റായിരിക്കില്ല അത്. അതിന് അയാൾ പറയും, എന്ത് തെറ്റ്? എനിക്ക് 5 ദിവസം ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനുള്ള കാരണമുണ്ട്. അതെന്താന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയില്ല. ഇതിലും ഭേദം ഗെയിം കളിക്കുന്ന സ്ഥലമാണ്, അവിടെയാണെങ്കിൽ AC എങ്കിലും ഉണ്ടാകും. അതിന് ഹീറോ പറയും, നിങ്ങൾ AC ആണ് വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകുന്നതല്ല നല്ലേ. അത് കേൾക്കുന്ന നൻപന് ദേഷ്യം വന്ന് ഞാൻ ജോലി നിർത്തി പോവാന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകും. എന്നാൽ പിന്നാലെ തന്നെ വന്ന് നമ്മുടെ സുന്ദര കില്ലാടി വിളിക്കുന്നുണ്ട്. നൻപൻ അതൊന്നും മെയിൻ ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങി പോകും. എന്തായാലും സുന്ദര കില്ലാടി അവിടെ നിന്ന് പോകാനായിട്ട് വിചാരിച്ചില്ല. അവന് പെണ്ണ് കെട്ടണ്ടേ. അങ്ങനെ ഉച്ചയ്ക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള സമയത്താണ് ഹീറോ സോങ്ങപ്പാപ്പന് കാശ് കൊടുക്കുന്നത്, അങ്ങേരുടെ സാലറി കൊടുക്കുന്നത്. അപ്പാപ്പൻ പറയും, ഈ ഒരു സമയത്ത് നിന്റെ കയ്യിൽ കാശില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എനിക്കിപ്പോൾ വേണ്ട. എന്നാലും ഹീറോ സമ്മതിക്കില്ല, അങ്ങേരുടെ കയ്യിൽ വെച്ച് കൊടുക്കും. അങ്ങനെ ഹീറോ പുറത്ത് വന്ന് ഫോൺ ചെയ്യുന്ന നേരത്താണ് കുറച്ച് ആളുകൾ അവിടെ വന്ന് നിൽക്കുന്നത് കാണുക. അവരുടെ പ്ലാൻ എന്താണെന്നറിയില്ല. ഹീറോ കൂടിയുള്ളവരോട് വന്ന് അവരെ പറ്റി എന്തേലും അറിയുമെന്ന് ചോദിക്കും. അന്നേരമാണ് സുന്ദര കില്ലാടി കാണിച്ചു കൊടുക്കുക. നമ്മുടെ ചെവി കേൾക്കാത്തൊരു ചേച്ചി ഇല്ലായിരുന്നോ, അവളുടെ അടുത്ത് അതിൽ ഒരുത്തം വന്ന് സംസാരിക്കുന്നുണ്ട്. അവൾ ആദ്യം ജോലി ചെയ്തിരുന്ന കടയിലെ മുതലാളി അവൾക്ക് ചെവി കേൾക്കാത്തതുകൊണ്ട് തന്നെ അവളോട് കുറച്ച് മോശമായിട്ട് പെരുമാറി. അത് ഇഷ്ടപ്പെടാത്ത അവള് പോലീസിന് കേസ് കൊടുത്തു. ഇപ്പോഴാ കേസ് എങ്ങനെയും ഒഴിവാക്കിക്കാനാണ് അവർ വന്നിരിക്കുന്നത്. അവൾ ഒരു ഒപ്പിട്ട് കൊടുത്താൽ കേസ് ഒഴിവാകും. എന്നാൽ അവൾ ഒപ്പിടാനായിട്ട് തയ്യാറാവില്ല. എനിക്ക് ചെവി കേൾക്കാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്റെ ചെവിയിൽ വെക്കുന്ന മെഷീൻ വരുന്നവരെങ്കിലും എന്നെ ജോലിക്ക് നിർത്തണമെന്ന്. നിങ്ങൾ അതിനൊന്നും എന്നെ സമ്മതിച്ചില്ല. എന്നിട്ട് നിനക്ക് ഇപ്പോൾ ചെവി കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവൾ ചെവിയിൽ വെച്ച ആ ചെവി കേൾക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ കാണിച്ചു കൊടുക്കും. ഇതിന്റെ പേര് എനിക്ക് അറിയില്ല, അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഇതെന്റെ മകൻ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം വരെ ഒഴിവാക്കിയിട്ട് കിട്ടുന്ന കാശെല്ലാം കൂട്ടി വെച്ച് എനിക്ക് വാങ്ങി തന്നാണ്. അതിന് അയാൾ പറയും, അതെല്ലാം ശരി, നീ എനിക്കൊരു ഒപ്പിട്ട് തരണം. ഇപ്പോൾ അവളാണെങ്കിൽ തോക്കിനും ഉണ്ടക്കും അടുക്കുന്ന ലക്ഷണമല്ല. ദേഷ്യം വരുന്ന അയാൾ അവളുടെ നെഞ്ചത്ത് കൈവെക്കും. അവൾ അതിന് തിരിച്ച് അവൻ ഒന്നും നേരത്ത് അവൻ അവളുടെ മോന്തക്കിട്ട് ഒരൊറ്റ അടി. അവൾ തിരിച്ചും കൊടുക്കും, അവൻ തിരിച്ച് വീണ്ടും കൊടുക്കും. ആ അടിയിൽ അവളുടെ ചെവിയിൽ വെച്ചിരുന്ന ആ മെഷീൻ താഴെ വീണ് പൊട്ടിപ്പോകും. അതോടുകൂടി അവൾക്ക് ചെവിയും കേൾക്കുന്നില്ല. അവളുടെ പേര് സുസുക്കി എന്നാണ്. സുസുക്കിയുടെ മകൻ രാവും പകലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്തിരിക്കുന്ന സാധനമാണ് ഇപ്പൊ താഴെ വീണ് പൊട്ടിക്കിടക്കുന്നത്. അന്നേരമാണ് ഹീറോ ഓടി വന്ന് അവൻ അടിച്ചവനെ ചാടി ഒരു ഒറ്റ ചവിട്ട് കൊടുക്കുക. താഴെ വീഴുന്നവൻ നീ ആരാടോ എന്ന് ചോദിക്കും. ഹീറോ തിരിച്ച് നീ ഏതാടോ ഞങ്ങളുടെ ആളുകൾ വന്ന് തല്ലാനെന്ന് ചോദിച്ച് അവനെ വീണ്ടും അടിക്കാൻ പോകുമ്പോഴേക്ക് അവന്റെ ആളുകളെല്ലാം ഓടി വരുന്നുണ്ടാവും. എന്നാൽ നമ്മുടെ മുത്തച്ഛൻ വിചാരിച്ചയാളല്ല. അങ്ങേരെ സുന്ദര കില്ലാടിയെ കൊണ്ട് വണ്ടി ഉന്തിച്ചിട്ട് അങ്ങേരുടെ വടി വെച്ച് വരുന്ന ഓരോരുത്തരെയും കാലിൽ അടിച്ച് വീഴ്ത്തും. സോങ്ങപ്പാപ്പനും കഴിയുന്ന പോലെ ഓരോരുത്തരെ അടിച്ചിടുന്നുണ്ട്. അതേ സമയത്തും നമ്മുടെ മൃഗസ്നേഹി ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ്. അങ്ങേരൊന്നും ചെയ്യുന്നില്ല. അവന്റെ പേര് ലീ എന്നാണ്, പക്ഷെ ബ്രൂസ്ലി അല്ല. അവസാനം ഒരുതൻ അപ്പാപ്പന്റെ വടിയെടുത്ത് അങ്ങേരുടെ കാലിലിട്ട് തന്നെ അടിക്കാൻ നിൽക്കുന്ന നേരത്താണ് ലീ പിന്നീന്ന് ആ വടി പിടിക്കുന്നത്. അവൻ ബ്രൂസ്ലി അല്ലാന്നേ ഉള്ളൂ, പക്ഷെ മുഹമ്മദ് അലിയാണ്. ആദ്യം വരുന്നവന്റെ മോന്തക്കിട്ട് ഒരൊറ്റ ഇടിയാണ്. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുക അവനൊരു ബോക്സർ ആയിരുന്നു എന്നുള്ള കാര്യം. ബാക്കി വരുന്നവരെ എല്ലാം അവനാണ് ഇടിക്കുന്നത്. അവൻ ഒറ്റ ഒരുത്തം മതി എല്ലാത്തിനും ഇടിച്ച് താഴെ ഇടാൻ. എല്ലാത്തിനും ഇടിച്ച് കൂട്ടിയിട്ട് ഒരു മൂലക്കിടും. അന്നേരം സുസുക്കി ദൂരെ നിന്നൊരു മഴുവായിട്ട് അവരെ അടിച്ച് വെട്ടാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ എല്ലാവരും അവളെ പിടിച്ചു വെക്കാൻ നോക്കെങ്കിലും അതിന് പറ്റുന്നില്ല. അവളുടെ മകൻ വാങ്ങിക്കൊടുത്ത ആ മെഷീൻ പൊട്ടിച്ചതിൽ അവൾക്ക് നല്ല ദേഷ്യമുണ്ട്. എല്ലാത്തിനും അടിച്ചു കൊല്ലാനാണ് വരുന്നത്. അന്നേരം ഹീറോ പറയും, അത് ഞാൻ നന്നാക്കി തരാം, അത് ഞാൻ നന്നാക്കി തരാം. അത് കേൾക്കുന്ന തല്ലാൻ വന്ന ഗുണ്ടകളും വിളിച്ചു പറയും, അവൻ നന്നാക്കി തരും, അവൻ നന്നാക്കി തരും, ഞങ്ങളൊന്നും ചെയ്യില്ലേ, ഞങ്ങളൊന്നും ചെയ്യല്ലേ. അത് എന്തായാലും അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ അവരെല്ലാവരും ഇപ്പൊ
ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇതുപോലെ ഒരു അടിപിടി കേസ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അവരെല്ലാവരെയും പോലീസ് പിടിച്ചു. പക്ഷേ ന്യായം നമ്മുടെ ടീമിന്റെ ഭാഗത്തായതുകൊണ്ട് തന്നെ പോലീസുകാർ ഒരു ഒപ്പിട്ട് കഴിഞ്ഞാൽ അവരെ വെറുതെ വിടും. അങ്ങനെ ഒപ്പിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സുസുക്കി പറയുക, ഇന്ന് രാത്രിയുള്ള ചിലവ് എൻ്റെ വകയാണ് കേട്ടോ എന്ന്. അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സുന്ദര കില്ലാടി പറയും, ഈ വരുന്ന മാസം 3-ന് എൻ്റെ കല്യാണമാണ്, എല്ലാവരും വരണം, ഞാൻ വിളിച്ചില്ല എന്ന് പറയരുതേ. എന്തായാലും കല്യാണം വിളി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന അങ്ങേരുടെ കല്യാണമാണ്. ഒരു സുന്ദരി പെണ്ണിനെയാണ് കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത്. അവിടെ വന്നൊരു പ്രസംഗം പറയേണ്ട ആവശ്യമുണ്ട്. അത് പറയാനായിട്ട് വരുന്നത് നമ്മുടെ ഹീറോയാണ്. അത് കഴിഞ്ഞ് അവർക്ക് മോതിരിട്ട് കൊടുക്കാനായിട്ട് വരുന്നത് അവൻ്റെ നൻപനാണ്. ഫാക്ടറിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയിരുന്ന ഒരാളില്ലായിരുന്നു, അങ്ങനെയാണ് അവർക്ക് മോതിരം കൊടുക്കാനായിട്ട് വരുന്നത്. മോതിരിട്ട് കഴിയുമ്പോൾ നമ്മുടെ സുന്ദരൻ കരച്ചിലോട് കരച്ചിലാണ്. അത് കാണുന്ന ഭാര്യ അവനൊരു കിസ് ചെയ്ത് കൊടുക്കും. അത് കാണുമ്പോൾ പിന്നെ അവൻ കരയും. നമ്മുടെ അനിയത്തിക്കുട്ടിയാണെങ്കിൽ സുന്ദരൻ കരയുന്ന കണ്ടിട്ട് ചിരിയോട് ചിരിയാണ്. അവക്കത് അടക്കി പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്. ഈ സമയത്ത് അവിടെ ഭക്ഷണങ്ങളെല്ലാം വിളമ്പി കൊടുക്കാനായിട്ട് വന്നിരിക്കുന്ന ആൾ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈയിങ് ടു സർവൈവ് സിനിമയിലെ നായകനാണ് ഇവിടെ ഭക്ഷണം കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നില്ല. എന്തായാലും ഭക്ഷണം കഴിക്കലെല്ലാം കഴിയുമ്പോൾ ഹീറോയെ സുന്ദര കില്ലാടിയും അവന്റെ ഭാര്യയും കൂടെ വിളിക്കും. നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനില്ലാന്ന് പറയും. അവരെല്ലാവരും ഇപ്പൊ ഹീറോയെ വിളിക്കുന്നത് ബോസ് എന്നാണ്. ബോസിനൊരു പെണ്ണിനെ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോഴേക്ക് അവിടുന്ന് കുറെ പെൺകുട്ടികൾ അവന്റെ അടുത്തേക്ക് ഓടി വരും. ഞാനാവാന്ന് വിളിച്ചു പറയുന്നുണ്ട്. എനിക്ക് ഇതുപോലെ തന്നെയാണ്. ഞാനൊക്കെ ഏതെങ്കിലും കോളേജിന് മുന്നിൽ കൂടെ പോവുകയാണെങ്കിൽ കോളേജിൽ നിന്ന് പെൺകുട്ടികളെല്ലാം ഓടി എൻ്റെ അടുത്തേക്ക് വരും. ഇപ്പൊ 2 കോളേജിൽ നിന്ന് എന്നെ വിലക്കിയിട്ടുണ്ട്. കോളേജുകളുടെ മുന്നിൽ കൂടെ പോകുമ്പോഴേക്ക് പെൺകുട്ടികളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്നാൽ പിന്നെ അവിടെ ക്ലാസ് എടുത്ത് കൊടുക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. എന്തായാലും എന്നെ പോലെയുള്ള അവസ്ഥയാണ് ഇപ്പൊ ഹീറോക്ക് സംഭവിച്ചിരിക്കുന്നത്. അതേസമയത്ത് നമ്മുടെ ബോക്സർകാരൻ ലീഡ് അടുത്തേക്ക് സുസുക്കി പെണ്ണ് വന്നിട്ട് ഒരു ചെറിയ ഇഷ്ടം കാണിക്കുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പണ്ടൊരു ലാൻഡ്മൈനിൽ കാല് വെച്ചപ്പോൾ അതൊരൊറ്റ പൊട്ടിത്തെറി, അങ്ങനെയാണ് എൻ്റെ കാല് പോയെന്ന് പറഞ്ഞ് ആ കാല് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളെല്ലാവരും അവിടുന്ന് കരയാൻ തുടങ്ങും. എന്നാൽ മുത്തശ്ശൻ ഇതെല്ലാം കാണാനായിട്ടാണ് ഇഷ്ടം. അതങ്ങനെ ഒരു മുത്തശ്ശൻ. അതേസമയത്ത് തന്നെ നൻപൻ ഹീറോയുടെ അടുത്ത് വന്നിട്ട്, ഞാൻ നിന്നോട് ചെയ്തതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം, ഞാൻ വീണ്ടും നിന്റെ കൂടെ ജോലി ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ സമ്മതിക്കും. അങ്ങനെ ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇന്നെന്തായാലും അവർക്ക് ജോലിയില്ല. ഇന്ന് മുഴുവനും കല്യാണത്തിന്റെ പാർട്ടിയായിട്ട് അടിച്ചു പൊളിക്കുന്ന ദിവസമാണ്. എല്ലാവരും അവിടെ ആഘോഷിക്കുകയും ചെയ്യും. അങ്ങനെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഹീറോ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് രാത്രിയാണ്. രാത്രി വീട്ടിലേക്ക് കയറാൻ നേരത്താണ് വീണ്ടും പുതിയ നോട്ടീസ് വന്നിട്ടുണ്ട്. വാടക അടയ്ക്കാത്തതിന്റെ പുതിയ നോട്ടീസ് വന്നിട്ടുണ്ട്. ഇനി കാശ് തന്നാലേ വീട് തുറക്കാൻ പറ്റുമെന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഹീറോക്ക് വേറെ ഒരു വഴിയുമില്ല. ഹീറോ ചിന്തിച്ച് നോക്കുമ്പോൾ കൂട്ടുകാരന് 2000 രൂപ കടം കൊടുത്തില്ലായിരുന്നു, അത് തിരിച്ചു ചോദിക്കാന്ന് വിചാരിക്കും. അങ്ങനെ അവനെ കോൾ ചെയ്ത് നോക്കുമ്പോൾ കോളാണെങ്കിൽ കണക്ട് ആവുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല. അനിയത്തി കുട്ടിയെയും കൂട്ടിയിട്ട് നേരെ ഓൾഡ് ഏജ് ഹോമിലേക്കാണ് ചെല്ലുന്നത്. സോങ്ങപ്പാപ്പന്റെ ഭാര്യ ഓടി വന്നിട്ട് ഹീറോയും അനിയത്തിയും കൂടെ വീടിനകത്തേ കയറി ഇരുത്തും. അങ്ങനെ അവർ രണ്ടുപേരും അവിടെയാണ് ഇന്ന് കിടന്നുറങ്ങാൻ പോകുന്നത്. അനിയത്തി കിടന്നുറങ്ങുന്ന സമയത്തും ഹീറോ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ അപ്പോഴും ഫോൺ എടുക്കുന്നില്ല. ഹീറോ അവൻ ജോലി ചെയ്യുന്ന വെയർ ഹൗസിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ അവിടെയില്ല. അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ ഏതോ ഒരു ചൂതാട്ടം കളിക്കുന്ന സ്ഥലത്താന്ന് പറയും, ബെറ്റ് വെച്ച് കളിക്കുന്ന സ്ഥലത്താന്ന് പറയും. ഹീറോ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക അവൻ കിട്ടുന്ന കാശിനെല്ലാം അവിടെ ബെറ്റ് വെച്ച് കളിക്കുകയാണ് ചെയ്യുന്നത്. അത് കാണുന്ന ഹീറോ ദേഷ്യം വന്ന് അവൻ അടിച്ച് അവിടെ നിറക്കും. എൻ്റെ കയ്യിൽ 5-ന്റെ പൈസ എടുക്കാനില്ല, അത്യാവശ്യം വന്നിട്ടാണ് തന്ന കാശ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, അത് നിനക്കിപ്പോൾ തരാൻ പറ്റില്ല എന്ന് വെച്ചാലോ. ഹീറോ അവൻ്റെ റൂമിൽ വന്ന് എല്ലാ സാധനങ്ങളും തട്ടിമറിച്ച് കിട്ടുന്ന കാശുകളെല്ലാം നുള്ളി പെറുക്കിയെടുക്കും. അതൊന്നും 2000 രൂപക്ക് അടുത്ത് എത്തില്ല. എന്നാൽ കിട്ടുന്നതെല്ലാം ഹീറോ കയ്യിൽ പിടിക്കും. ശരിക്കും അവൻ്റെ അമ്മക്ക് അസുഖമുണ്ടോയെന്ന് വരെ ഹീറോക്ക് ഇപ്പോൾ സംശയമാണ്. അവൻ ബെറ്റ് കളിക്കാനായിരിക്കാം ചിലപ്പോൾ ഈ കാശുകളെല്ലാം ഹീറോയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. ഹീറോ അത് അവരോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. കിട്ടിയ കാശുമായിട്ട് പുറത്തേക്ക് വരാൻ നേരം അവൻ വിളിച്ചു ചോദിക്കും, നീ ഇപ്പം നിന്റെ ജീവിതം വെച്ച് ചൂതാട്ടമല്ല കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അത് കേൾക്കുന്ന ഹീറോ ദേഷ്യം വന്ന് തിരിച്ചു വന്ന് അവൻ്റെ തല പിടിച്ച് ബെഡിൽ കിടത്തി പറയും, അല്ലാണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് നിനക്കറിയോ? അവനാണെങ്കിൽ ഒന്നും പറഞ്ഞു കൊടുക്കാനും അറിയില്ല. ഹീറോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഹീറോയുടെ ഒരൊറ്റ സാഹചര്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു. അവന് വാടക അടയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ല. അവൻ ഇതുവരെ ഓൾഡ് ഏജ് ഹോമിലായിരുന്നു താമസിച്ചിരുന്നത്. ഇനിയും അവിടെ താമസിക്കുകയാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? അവൻ സാധനങ്ങളെല്ലാം എടുത്ത് ഫാക്ടറിയിലേക്ക് വീട് മാറും. ഇനി അവിടെയാണ് അവൻ താമസിക്കാൻ പോകുന്നത്. അനിയത്തി കൊച്ച് അവിടെ ഒരു പൂച്ചയെ പോലെ ഇരിക്കുകയാണ്. അവക്കാണെങ്കിൽ ഇങ്ങോട്ട് വീട് മാറിയത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഓൾഡ് ഏജ് ഹോമിലായിരുന്നെങ്കിൽ അവൾക്ക് വേണ്ടിയും പറഞ്ഞിരിക്കാനായിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഹീറോക്ക് ഒരു കാര്യവും ചെയ്തു നോക്കാനില്ല. അതിന്റെ വിഷമത്തിൽ അവളുടെ കൂടെ തന്നെ അവിടെ കിടന്ന് ഹീറോ കരയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഹീറോയുടെ ഈ ഒരു കഷ്ടപ്പാടെല്ലാം കാണുന്ന അവർക്കെല്ലാവർക്കും വിഷമാവുന്നുണ്ട്. പക്ഷെ അവർക്കും കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ ജീവിതവും ഇതുപോലെ തന്നെ കഷ്ടപ്പാട് നിറഞ്ഞതാണ്. അതുകൊണ്ടാണല്ലോ അവരിവിടെ വന്ന് ഹീറോയുടെ കൂടെ ജോലി ചെയ്യുന്നത്. അന്ന് രാത്രി നമ്മുടെ സുന്ദരി കൊച്ച് ഉറങ്ങുന്ന നേരത്ത് പുറത്ത് ആരൊക്കെയോ ഉള്ളതുപോലെയുള്ള ഒരു ശബ്ദം കേട്ട് അവൾ ഹീറോയുടെ അടുത്ത് വന്ന് കാര്യം പറയും. സംഭവം എന്താണെന്നറിയാനായിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് അവൻ അടിച്ചിട്ടിരുന്ന ടീമിലായിരുന്നോ അവരവൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. അതിലൊരുത്തൻ ആദ്യം തന്നെ ഹീറോയുടെ അടുത്ത് വന്ന് ഈ ഫോണുകളെല്ലാം വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചവനാണ്. അവർ രണ്ടുപേരും വിചാരിച്ചിരുന്നത് ഈ ഫാക്ടറിയിൽ ആരും താമസിക്കുന്നില്ല എന്നായിരുന്നു. എന്നാൽ ഹീറോയെ കാണുമ്പോൾ തന്നെ അവർ രണ്ടുപേരും കൂടെ വണ്ടിയിൽ കയറി ഓടിച്ച് രക്ഷപ്പെടാൻ നോക്കും. എന്നാൽ ഹീറോ ഓടിച്ചെന്ന് അവിടെയുള്ള ഡോറിൽ പിടിച്ചു തൂങ്ങും. വണ്ടിയാണെങ്കിൽ ഫാക്ടറിയും കടന്ന് ഇപ്പോൾ പുറത്ത് എത്തിയിട്ടുണ്ട്. ഹീറോ ആണെങ്കിൽ സൈഡ് സീറ്റിൽ ഇരിക്കുന്നവൻ അടിച്ച് പുറത്തേക്ക് ഇടാനായിട്ടാണ് നോക്കുന്നത്. അതിനാണെങ്കിൽ പറ്റുന്നില്ല. വണ്ടിയാണെങ്കിൽ പല വണ്ടികൾക്ക് ഇടിക്കാനും പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ
ആണ് രക്ഷപ്പെടുന്നത്. അവസാനം നമ്മുടെ ആൾ സൈഡ് സീറ്റിൽ ഇരിക്കുന്നവന്റെ കോളറും പിടിച്ച് അവനെ പിടിച്ചിടിച്ച് താഴെയിടും. രണ്ടുപേരും താഴെ വീണ് കഴിഞ്ഞു. എന്നാൽ ലോറി ഓടിക്കുന്നവൻ ഇതെല്ലാം കണ്ടു പേടിച്ചിട്ട് വണ്ടി അവിടെ നിർത്താതെ ഓടിച്ച് രക്ഷപ്പെടും. എന്നാൽ താഴെ വീണ് കിടക്കുന്ന ഹീറോ അടിച്ച് വീണതുകൊണ്ട് തന്നെ വേദന കൊണ്ട് പൊളഞ്ഞു കിടക്കുകയായിരുന്നു. എന്നാൽ കിട്ടിയവനെ തന്നെ പിടിക്കാന്ന് വിചാരിച്ച് അവനെ പിടിക്കാനായിട്ട് അവന്റെ കോളറിൽ വന്ന് പിടിക്കുമ്പോഴാണ് ഹീറോ അവന്റെ വിരല് കാണുന്നത്. അവന്റെ 2 വിരലുകളും ഇപ്പോൾ ഒടിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് മെക്കാനിക് വർക്ക് ചെയ്യാനായിട്ട് അവന് പറ്റുമെന്ന് പോലും അറിയില്ല. അപ്പോഴാണ് നമ്മുടെ സുന്ദരി കൊച്ചും അങ്ങോട്ട് ഓടി വരുന്നത്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത പോലീസുകാർ വന്നു ഹീറോയെ പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അങ്ങനെ നമ്മുടെ ആളുടെ 2 വിരലുകളും പ്ലാസ്റ്റർ ഇട്ടു. പ്ലാസ്റ്റർ അല്ല, എന്തോ ഒരു ഇരുമ്പ് സാധനം വെച്ചാണ്, കൈ മടക്കാനൊന്നും പറ്റില്ല. അതേ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ അവന്റെ ഫോൺ കടത്തിക്കൊണ്ടുപോയവരെ എല്ലാം പോലീസുകാർ പിടിച്ചു. ഇനി അവന്റെ ഫോണുകളെല്ലാം അവർ തിരിച്ചയക്കാണ് ചെയ്യുക. എന്നാൽ ഹീറോ ഈ ഒരു അവസ്ഥയിലും വിൻഡോസ് ക്ലീൻ ചെയ്യാനായിട്ട് പോകും. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ കയ്യിൽ നിന്ന് ബക്കറ്റ് താഴെ വീണ് പൊട്ടുന്നത്. അത് കാണുന്ന ആശാൻ അവനെ വണ്ടിയിൽ കയറ്റിയിട്ട് അവനോട് ഗ്ലൗസ് താഴ്ത്താൻ പറയും. അത് ഊരി നോക്കുമ്പോഴാണ് അവന്റെ 2 വിരലും മുടിഞ്ഞിരിക്കുന്ന അങ്ങേര് കാണുക. ഹീറോ ഇതേ അവസ്ഥയിൽ ഇപ്പോൾ 3 ദിവസമായി അവിടെ ജോലി ചെയ്യുന്നത്. ഇതെല്ലാം മനസ്സിലാവുന്ന അങ്ങേര്, നിനക്കിനി ഇവിടെ ജോലിയില്ല, നിനക്കറിയില്ല സു എങ്ങനെയാണ് താഴെ വീണ് മരിച്ചതെന്ന്. ഹീറോ, എനിക്കിവിടെ ഒരൊറ്റ മാസം കൂടി ജോലി തരുമെന്ന് ചോദിക്കുമ്പോൾ ആശാൻ അതിന് സമ്മതിക്കില്ല. നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയിക്കോന്ന് പറഞ്ഞ് അവന് 3 ദിവസത്തേക്കുള്ളതിന്റെ കൂലി കൈ കൊടുക്കും. പക്ഷെ അത് എണ്ണി നോക്കുമ്പോഴാണ് ഹീറോക്ക് മനസ്സിലാവുക അതൊരു 5-6 ദിവസം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന അത്രയുണ്ട്. ഇത്രയും എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ അയാൾ പറയും, പോടാ 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 ഇവിടെ നിൽക്കല്ലേ. ശരിക്കും അയാൾക്കും അവന്റെ അവസ്ഥ എന്താണെന്നറിയാം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവന് ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് അവനെ പുറത്താക്കേണ്ടി വന്നത്. അന്ന് മുതൽ ഹീറോ ഫാക്ടറിയിൽ അവരുടെ എല്ലാവരുടെയും കൂടെ ജോലി ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ഫാക്ടറിയുടെ ഉടമ വന്ന് ഹീറോയെ വിളിക്കുന്നത്. ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക 2 മാസത്തേക്കുള്ള വാടക ഹീറോ ഇതുവരെ അടച്ചിട്ടില്ല. അങ്ങേര് നീട്ടി പിടിച്ചതായിരുന്നു. ഇനിയും അങ്ങേരെ കൊണ്ട് നീട്ടി പിടിക്കാൻ പറ്റില്ല. ഹീറോ വാടക കൊടുക്കാനായിട്ട് കുറച്ചുകൂടെ അധികം ദിവസം ചോദിക്കുമ്പോൾ അങ്ങേര് പറയും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുതലാളി പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് ഇവിടെ പുതിയ ആളുകൾ ജോലിക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ അപ്പോഴേക്ക് സാധനങ്ങളെല്ലാം ഇവിടുന്ന് മാറ്റണം. ഹീറോക്ക് ഇനി വേറെ ഒരു വഴിയുമില്ല. ഇതെങ്ങനെയും ഇവിടുന്ന് മാറ്റിയേ പറ്റൂ. മാറ്റുകയാണെങ്കിൽ തന്നെ എങ്ങോട്ടാണ് മാറ്റുക അത് ഹീറോക്ക് അറിയില്ല. അന്ന് മുതൽ ചൈനയിൽ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് ഹീറോ SNE കമ്പനിയുടെ മാനേജറിന്റെ വണ്ടിയുടെ മുന്നിൽ വട്ടം വെക്കും. അവൻ എന്തോ അങ്ങേരോട് പറയാനാണ് വന്നിരിക്കുന്നത്. അയാളുടെ എന്തോ ഒരു കരുണ കൊണ്ട് അയാൾ അവനെ വണ്ടിയിൽ കയറ്റിയിരുത്തും. എൻ്റെ കയ്യിൽ 5ന്റെ കാശില്ല, എനിക്ക് ജോലി ചെയ്യണമെങ്കിൽ കുറച്ചധികം കാശിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് എനിക്കൊരു 50,000 രൂപ തരാൻ പറ്റുമോ? മാനേജർ പറയും, ഞാൻ പറഞ്ഞില്ലേ കൂലി തൊഴിലാളികളെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ കാശുകാരാവാനുള്ള പല പരിപാടികളും എടുത്തു നോക്കും. അവരെ കൊണ്ടാണെങ്കിൽ അതൊന്നും ചെയ്യാനും പറ്റില്ല. ഹീറോക്ക് മനസ്സിലായി അങ്ങേര് കാശ് തരാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോസിന്റെ നമ്പർ തരുമെന്ന് ചോദിക്കുമ്പോൾ മാനേജർ പറയും, നീ അന്ന് ബോസിന് അടുത്ത് വന്ന് കോൺഫിഡൻസോടെ സംസാരിച്ചത് കൊണ്ടാണ് അവൻ നിന്നെ ഈ ബിസിനസ്സിന് സമ്മതിച്ചത്. ഈ ഒരു അവസ്ഥയിൽ നീ അവനെ വിളിച്ച് കുറച്ച് കാശ് ചോദിച്ചാൽ അവനിപ്പോൾ തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഹീറോക്ക് മനസ്സിലായി അങ്ങേരോട് ചോദിച്ചിട്ടും കാര്യമില്ല. അങ്ങേരുടെ മുന്നിൽ ജയിച്ചാണ് കാണിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ അതിനായിട്ടുള്ള കാശ് അവന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. അവൻ തിരിച്ച് ഫാക്ടറിയിലേക്ക് തന്നെ വരുമ്പോഴാണ് കാണുക അവൻ ഫോണുകളെല്ലാം വെക്കാനായിട്ട് വലിയൊരു ഷെഡ് ഉണ്ടാക്കി വെച്ചില്ലായിരുന്നോ? ആ മഴയത്തുണ്ടായിരുന്ന കാറ്റിൽ അതെല്ലാം ആടി ഒലിഞ്ഞ് വീണ് കിടക്കാണ്. അതേ സമയത്താണ് നമ്മുടെ ടീംസ് എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങോട്ട് ജോലി ചെയ്യാൻ വരുന്നത്. എന്നാൽ ഹീറോയുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകും അവനിപ്പോൾ നല്ല മൂഡിലല്ല. പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൾ പറയും, 2 ആഴ്ച കൂടിയേ ഉള്ളൂ ഇതെല്ലാം നന്നാക്കി കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലുള്ളൂ. ഫാക്ടറി ആണെങ്കിൽ 2 ദിവസം കൊണ്ട് ഒഴിഞ്ഞു കൊടുക്കാൻ വേണം. എൻ്റെ കയ്യിലാണെങ്കിൽ നിങ്ങൾക്ക് 2 ആഴ്ചത്തേക്ക് ജോലി ചെയ്താൽ തരാനുള്ള കാശുമില്ല. ഇത് കേൾക്കുന്ന സോങ്ങപ്പാപ്പൻ പറയും, അത് വിചാരിച്ചൊന്നും നീ വിഷമിക്കേണ്ട. നീ ഞങ്ങളോട് സംസാരിക്കുന്നത് കേട്ടാ വിചാരിക്കും നീ വേറെ ആരോടോ ആണ് സംസാരിക്കുന്നതെന്ന്. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും കാശ് കിട്ടിയാൽ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറയും. അതാണെങ്കിൽ എല്ലാവർക്കും ഓക്കെയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയാ. എന്നാൽ മുത്തശ്ശൻ പറയും, എനിക്ക് കാശ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ജോലി മാത്രം ചെയ്താൽ മതിയെന്ന്. അങ്ങനെ എല്ലാവരും ഓക്കെയാണ്. പക്ഷെ എവിടുന്ന് ജോലി ചെയ്യും? അതാണ് ഇപ്പോൾ ഹീറോയുടെ മനസ്സിലുള്ളത്. അതിനും അവർ തന്നെ വഴി കണ്ടുപിടിച്ച് കൊടുക്കും. ഈ സാധനങ്ങളെല്ലാം ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ട് എത്തിച്ചു തന്നാൽ മാത്രം മതി, ഞങ്ങൾ വീട്ടിൽ നിന്ന് ജോലി എടുത്തോളാം. അങ്ങനെ അവരെല്ലാവരും കൂടെ സാധനങ്ങൾ വീടുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് വിചാരിക്കുന്നത്. എന്നാൽ ഈ ഷെഡ് പൊളിഞ്ഞു കിടക്കുന്നത് മാറ്റിയാലേ ഫോൺ അവിടെ നിന്ന് എടുക്കാൻ പറ്റൂ. അത് മാറ്റി കൊടുക്കാനായിട്ട് ഒരു JCB വരുന്നുണ്ട്. ആ JCBയുടെ ഡ്രൈവർ ആരാന്ന് വെച്ചാൽ നമ്മുടെ സുന്ദര കില്ലാടിയുടെ ഭാര്യയാണ്. അവൾ ആള് വിചാരിക്കുന്ന പോലെയല്ല. ഇതെല്ലാം കാണുന്ന സുന്ദര കില്ലാടിക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവർ ഫാക്ടറിയിൽ നിന്ന് സാധനങ്ങളെല്ലാം കെട്ടിപ്പൂട്ടിയിട്ട് ഒരു വലിയ ലോറിയിലേക്കാണ് കയറ്റുന്നത്. എന്നാൽ ആ ലോറിയുടെ ഡ്രൈവർ ആരാന്ന് വെച്ചാൽ അതും സുന്ദര കില്ലാടിയുടെ ഭാര്യയാണ്. അവൾ വീണ്ടും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വലിയ പുള്ളിയാണ്. പക്ഷെ ആ ഫാക്ടറിയിൽ നിന്ന് ജോലി നിർത്തി പോകുന്നതിൽ എല്ലാവർക്കും നല്ല വിഷമാവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇത് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ബാക്കി വരുന്ന 2 ആഴ്ച അവരെല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാനും പറ്റുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സമയം കിട്ടുമ്പോൾ എല്ലാവർക്കും മെല്ലെ മെല്ലെ തീർക്കാമല്ലോ. ഇതാകുമ്പോൾ പ്രത്യേകിച്ചൊരു സമയമില്ല, അവർക്ക് എപ്പോൾ വേണമെങ്കിലും തീർക്കാൻ പറ്റും. ഹീറോ ആണെങ്കിൽ സോങ്ങപ്പാപ്പന്റെ വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്. അവരെല്ലാവരും ഉറങ്ങുന്ന സമയത്തും അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അനിയത്തി കൊച്ചു എഴുന്നേറ്റിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയാം. അമ്മയാണ് കണ്ടത്. അമ്മ എന്നോട് പറഞ്ഞത് ചേട്ടനെ നല്ലപോലെ നോക്കണമെന്നാണ്. ഇത് കേൾക്കുന്ന ഹീറോക്കാണെങ്കിലും വിഷമം വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. എല്ലാവരും ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് വൃത്തിയായിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. അങ്ങനെ അവർ SNE കമ്പനിയിലേക്ക് ക്വാളിറ്റി ചെക്കപ്പിനായിട്ട് ഫോണുകളെല്ലാം അയക്കുകയാണ്. ഹീറോയെ പോലെ തന്നെ എല്ലാവരും ടെൻഷനിലും ആവേശത്തിലുമാണ്. 85% മുകളിൽ വന്നു കഴിഞ്ഞാൽ ഹീറോ വിജയിച്ചു. അന്ന് വൈകുന്നേരം തന്നെ
SNE കമ്പനിയിൽ നിന്ന് അവർക്ക് കോൾ വന്നു. റിസൾട്ട് എന്താണെന്നറിയാനായിട്ട് അവരെല്ലാവരും സന്തോഷത്തിലാണ് അങ്ങോട്ട് ചെല്ലുന്നത്. എല്ലാവരും സുന്ദര കുട്ടപ്പന്മാരായിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. കുറച്ച് സമയം കാത്തിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ മുതലാളി വിളിക്കുന്നുണ്ടെന്ന് പറയും, ബോസ് വിളിക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടെ ബോസിന്റെ റൂമിലേക്കാണ് കയറി ചെല്ലുന്നത്. എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ബോസ് ചോദിക്കും, ഇതൊക്കെ ആരാ നിന്റെ കൂടെ വന്നിരിക്കുന്നത്? ഇവരൊക്കെ എൻ്റെ പങ്കാളികളാണെന്ന് പറഞ്ഞ് അവരെയും കസേരയിൽ ഇരുത്തി ഹീറോ ബോസിൻ്റെ അടുത്ത് വന്നിരിക്കും. ബോസ് പറയും, ഞാൻ പറഞ്ഞ ഒരു ജോലി നീ എന്തായാലും പൂർത്തിയാക്കി, പറഞ്ഞ സമയത്തിനുള്ളിൽ നീ ഇതെല്ലാം ചെയ്ത് തീർത്തു. പക്ഷേ നമ്മൾ തമ്മിലുണ്ടായിരുന്ന കരാറിൽ നിന്റെ വിജയ ശതമാനം 85% ആയിരുന്നു. പക്ഷേ നിനക്ക് കിട്ടിയിരിക്കുന്നത് 87% ആണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ പിന്നീട് സുന്ദര കില്ലാടിയെല്ലാം ആർത്ത് വിളിക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതിന് പറ്റില്ല. വലിയൊരു കമ്പനിക്കകത്താണ് അവർ ഇരിക്കുന്നത്. പോരാത്തതിന് ബോസ് അവൻ്റെ മുന്നിലേക്ക് വലിയൊരു ഓഫർ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. വരുന്ന 2 വർഷത്തിനുള്ളിൽ വലിയൊരു സെൻസസ് നടത്തിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കാനായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ ഒരു പ്രൊജക്റ്റിൽ നീയും എൻ്റെ കൂടെ ചേരുന്നുണ്ടോ? നിനക്ക് ഓക്കെ ആണെങ്കിൽ 2 വർഷത്തേക്ക് നിനക്ക് 5 മില്യൺ യുവാൻ. നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, എനിക്കെന്നാൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കണം. ഈ തവണയെങ്കിലും അഡ്വാൻസ് പേയ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബോസ് അതേന്ന് പറയും. ഹീറോക്ക് ഇതിലും വലിയൊരു സന്തോഷം വേറെ കിട്ടാനില്ല. ഹീറോക്ക് ഹാപ്പിയായി. അങ്ങനെ അവരെല്ലാവരും കൂടെ കമ്പനിയിൽ നിന്ന് ലിഫ്റ്റിലേക്ക് കയറാനായിട്ട് നടന്ന് ചെല്ലുമ്പോൾ നമ്മുടെ മാനേജർ, ചൊറിയൻ മാനേജർ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആൾ വിജയിച്ചാണ് വരുന്നതെന്ന് മനസ്സിലാകുമ്പോൾ മാനേജർ അവനെ മെയിൻറ്റെയിൻ ചെയ്യില്ല. മെയിൻറ്റെയിൻ ചെയ്യാത്തതല്ല, അവനെ ഫേസ് ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെ നമ്മുടെ ടീംസ് എല്ലാവരും വന്ന് ലിഫ്റ്റിൽ കയറും. ലിഫ്റ്റ് അടയ്ക്കുമ്പോഴാണ് അവരെല്ലാവരും കൂടെ ആർത്ത് വിളിക്കുക. അവരെല്ലാവരും ഇരട്ടി സന്തോഷത്തിലാണ്. അവരെല്ലാവരും ഒരുമിച്ച് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. അവരതിൻ്റെ സന്തോഷം എത്ര ആർത്ത് വിളിച്ചാലും തീരില്ല. ഹീറോക്കാണെങ്കിൽ സന്തോഷിക്കണോ കരയണോ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഹീറോ നിർവികാരനായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവൻ്റെ മനസ്സിൽ ആകെയുള്ളത് അനിയത്തിയുടെ അസുഖം ഭേദമാക്കാം. ആ ഒരൊറ്റ കാര്യമാണ് അവൻ്റെ മനസ്സിലുള്ളത്. അവൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ആദ്യം തന്നെ ചെല്ലുന്നത് അനിയത്തിയുടെ അടുത്തേക്കാണ്. അവളെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് നമ്മൾ വിജയിച്ചടി മുത്തേന്ന് പറയുമ്പോൾ അവൾക്കും സന്തോഷമാകും. അവൾ ചേട്ടനെ കെട്ടിപ്പിടിക്കും. അവിടെ വെച്ച് പിന്നെ എഴുതിയാണ് കാണിക്കുന്നത് 2014 അനിയത്തിയുടെ അസുഖം ഭേദമായി. എന്നാൽ ഇതുവരെ സിനിമ കഴിഞ്ഞിട്ടില്ല. ഒരു ടൈലൻഡ് കൂടെയുണ്ട്. നമ്മൾ ഇതിനു മുന്നേ കണ്ട ഡൈയിങ് ടു സർവൈവ് എന്ന സിനിമയിലും ഇതുപോലെ തന്നെ ഒരു ടൈലൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 2019 കാലഘട്ടം. നൈസ് വ്യൂ എന്നൊരു കമ്പനി അവരുടെ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് സ്റ്റേജിലേക്ക് കയറി വരുന്നത് നമ്മുടെ ഹീറോയാണ്. 2016 നമ്മുടെ ആള് നൈസ് വ്യൂ എന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ പുതിയൊരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ 2019 അവർ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അത് കാണാനായിട്ട് അവൻ്റെ ആദ്യത്തെ ബോസ് അവിടെ വന്നിരിക്കുന്നുണ്ട്. അവർ ആദ്യം 2 വർഷം ഒരുമിച്ച് ജോലി ചെയ്തിരുന്നല്ലോ, അതിപ്പോൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഹീറോ ഇതുപോലെ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ബാക്കിയുള്ള ടീംസ് എല്ലാം എവിടെ പോയെന്ന് വിചാരിക്കേണ്ട. അവരെല്ലാവരും അവിടെ വരിയായിട്ട് നിരയായിട്ട് ഇരിക്കുന്നുണ്ട്. അതിലാദ്യം തന്നെ നമ്മുടെ മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. അങ്ങേര് 2016 സ്വന്തമായിട്ട് ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നൻപനെയും സുന്ദര കില്ലാടിയെയും ആണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് വലിയൊരു ഗെയിം സെന്റർ ഉണ്ടാക്കി. ചെറിയൊരു ചൂക്ലി പരിപാടിയൊന്നും വിചാരിക്കേണ്ട, ഇഷ്ടംപോലെ ബ്രാഞ്ചുകളുള്ള വലിയൊരു ഗെയിം സെന്റർ. അത് കഴിഞ്ഞാൽ നമ്മുടെ ലീ ആണ് കാണിക്കുന്നത്. അവൻ സ്വന്തമായിട്ട് 2015 വലിയൊരു ബോക്സിംഗ് അക്കാദമി ഉണ്ടാക്കി. 2016 നമ്മുടെ സുസുക്കി ചേച്ചിയെ, ചെവി കേൾക്കാത്ത ചേച്ചിയില്ലായിരുന്നോ, അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു. പിന്നെ കാണിക്കുന്നത് സുസുക്കി ചേച്ചിയാണ്. സുസുക്കി ചേച്ചി കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചു എന്ന് വിചാരിക്കേണ്ട. ജോലി കിട്ടാത്ത ആളുകൾക്കെല്ലാം ജോലി നേടിക്കൊടുക്കുന്ന വലിയൊരു സംരംഭം തുടങ്ങി. അതാണെങ്കിൽ വലിയൊരു വിജയമാണ്. ഇഷ്ടംപോലെ ആളുകൾക്ക് അതിൽ നിന്നും ജോലി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സോങ് അപ്പാപ്പനെയാണ്. അപ്പാപ്പൻ സ്വന്തമായിട്ട് ഒരു പരിപാടി തുടങ്ങാനായിട്ടൊന്നും പോയിട്ടില്ല. നമ്മുടെ ഹീറോയുടെ കൂടെ തന്നെ നിൽക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോഴങ്ങേര് നൈസ് വ്യൂ എന്ന കമ്പനിയുടെ HR മാനേജറാണ്. അവസാനമായിട്ട് കാണിക്കുന്നത് നമ്മുടെ സുന്ദരി കൊച്ചിനെയാണ്. അവളിപ്പോൾ വളർന്ന് പന്തലിച്ചു. 6 വയസ്സ് അധികമായിട്ടുണ്ട് അവൾക്ക്, അതായത് 12 വയസ്സ്. അവളിപ്പോൾ പഠിക്കുന്നത് വലിയതോ ഒരു സ്ഥലത്താ, വലിയൊരു സ്കൂളിലാണ് അവൾ പഠിക്കുന്നത്. അവളുടെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ വലിയൊരു ഡോക്ടർ ആവണമെന്നാണ്. അവസാനമായിട്ട് ഒരാളെ കൂടെ കാണിക്കുന്നുണ്ട്, നമ്മുടെ ഹീറോയെ. അവനാണിപ്പോൾ നൈസ് വ്യൂ എന്ന കമ്പനിയുടെ സ്ഥാപകൻ. അതിപ്പോൾ എല്ലാവർക്കും അറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നിരുന്നാലും സിനിമ അവസാനിക്കുമ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കാണിക്കുന്നത്. അവരിതുപോലെയുള്ള ഒരു ഫോട്ടോ ഇതിനു മുന്നേയും എടുത്തിരുന്നു. പക്ഷെ അവരന്ന് ഇത്രയ്ക്ക് റിച്ച് അല്ലായിരുന്നു. എന്തായാലും അവിടെ വെച്ച് നൈസ് വ്യൂ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. സിനിമ ഇത്രയ്ക്ക് ലെങ്ത്തിൽ കൊണ്ടുപോകാനായിട്ട് വിചാരിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ പറഞ്ഞു വരുമ്പോൾ ഇത്രയും നീളത്തിൽ എത്തിപ്പോകുന്നതാണ്. നേരെ മറിച്ച് ചില സിനിമകളാണെങ്കിൽ നമ്മൾ 30 മിനിറ്റോളം സംസാരിക്കാനൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുമ്പോൾ അത് 27 മിനിറ്റിലും 25 മിനിറ്റിലും ഒക്കെ അവസാനിക്കുകയും ചെയ്യും. എന്താണെന്ന് അറിഞ്ഞൂടാ, ഈ ഒരു സിനിമ ഞാൻ 30 മിനിറ്റ് മാത്രമായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ 40 എത്രയോ മിനിറ്റ് ആയി. എന്തായാലും ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തേലുമൊക്കെ ആവണമെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വന്നില്ലേ? വന്നെങ്കിൽ ഈ സിനിമയാണല്ലോ അതിനൊരു കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ സിനിമ ഒന്ന് ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാത്തവർ മറക്കാതെ കമൻറ്റ് ചെയ്തോളൂ. എല്ലാ കമൻറ്റുകൾക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ പിന്നെ നമുക്ക് നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.